ഹലോ. ഹലോ ഹലോ ആ ഞാനേ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു. ആ ഫുഡ് പറയൂ. കഴിക്കുന്ന ആ ഞാൻ ഒന്ന് രണ്ട് സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. ആ അതായത് ഇപ്പോ നബിക്ക് ഇങ്ങനെ ഇത് കിട്ടിയല്ലോ, പ്രവാചകനാണെന്നുള്ളത് കിട്ടിയെന്ന് പറയുന്നത് ഉം. ഫസ്റ്റ് വാക്കിൽ തന്നെ ഈ സിദ്ദീഖുകൾ ഞാൻ നിന്നെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഇവര് പറയുന്ന കഥയല്ലേ. അല്ല, കഥ. ഇതിനൊന്നും നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ സാധനങ്ങളൊന്നും. അതായത് ഓക്കെ. ഇപ്പോ ഒരാള് ഇപ്പൊ മൊഹീദ്ദീൻ ഷേഖ് ജീവിച്ചിരുന്ന ആളാണ്. ആ, അല്ലെങ്കിൽ മമ്പർത്ത തങ്ങള്. ഈ തങ്ങളെ കുറിച്ച് പിന്നീട് പറയപ്പെടുന്ന കഥകളിൽ ആ കഥകളിലെ ലോജിക്ക് മാത്രം നമുക്ക് പരിശോധിക്കാനേ പറ്റുള്ളൂ. ആ, അത് വാസ്തവത്തിൽ പിന്നെ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലേ എന്നുള്ള കാര്യം. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഉള്ള കാര്യം, ഇന്ന ദിവസം ഇന്നോടത്ത് ഇന്നോടത്തേക്ക് പോയി, ഉം, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന ആളെ കണ്ടു ഉം. എന്നൊക്കെ പറയുന്ന കഥകളെ നമുക്ക് എന്താ പറയാ ക്രോസ് ചെക്ക് ചെയ്യാനോ തെളിവ് പരിശോധിക്കാനോ കഴിയില്ല. അപ്പൊ സിദ്ദീഖ് എത്ര ദിവസം കഴിഞ്ഞിട്ടാ വിശ്വസിച്ചത്, എന്നാ വിശ്വസിച്ചത് എന്നൊന്നും നമുക്കറിയില്ല. അല്ല അത് ആകെ ഉള്ളത് പക്ഷെ ഇവര് പറയുന്ന കഥ വിശ്വസിക്കൽ മാത്രമാണ്. അല്ല, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഉം. ഒരു എവിടെയെങ്കിലും ഒരു ഗ്രന്ഥത്തിലെങ്കിലും സിദ്ദീഖ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വിശ്വസിച്ചിട്ടുള്ളൂ, ഫസ്റ്റിന് അത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ള വരൂല. കാരണം ഒരാളെങ്കിലും ഈ ചരിത്രം അഭിപ്രായം വരട്ടെ. എഴുതണം എന്ന് തുടങ്ങുന്നത് എവിടുന്നാ? എവിടുന്നാ? ആദ്യം വിശ്വസിച്ച ആള് ഖദീജയാണെന്നാണ് പറയണത്. ആ, ഈ ഖദീജ തന്നെ ആദ്യം മുഹമ്മദ് നബിക്ക് എങ്ങനെ ഇത് മനസ്സിലായി എന്നറിയണ്ടേ? ഇതിന്റെ ലോജിക്ക് പരിശോധിച്ചാല് അല്ല, അത് ഹിറാ ഗുഹയിൽ നിന്ന് ഇങ്ങനെ ജിബ്രീൽ ഹിറാ എന്ന് ഗുഹയ്ക്ക് പറഞ്ഞു. എന്തിനാ മുഹമ്മദ് നബി പോയത്? ഇങ്ങനെ ഈ എന്താ പറയാ, തപസരിക്കുന്ന പോലെ അങ്ങനെ എന്തോ അല്ലേ പോയത്? അതാ പറഞ്ഞ. അപ്പൊ ആ, ഇതിനൊന്നും പ്രത്യേകിച്ച് ലോജിക്കലായിട്ടുള്ള ഉത്തരങ്ങളില്ല. ഇപ്പോ കച്ചവടത്തില് പ്രാഗൽഭ്യം കണ്ടിട്ടാണ് ഖദീജക്ക് ആകർഷണം തോന്നുന്നതും ആ, ഖദീജ മുഹമ്മദിനെ കല്യാണം കഴിക്കുന്നതും. അതെ. അതിനുശേഷം മുഹമ്മദ് കച്ചവടം ഒന്നും ചെയ്യാതെ 40-ാമത്തെ വയസ്സില് പിന്നെ മലയുടെ മുകളിൽ കയറി ഇരിക്കുമ്പോ ആ, അവിടേക്ക് കഞ്ഞിയും പയറുമായിട്ട് പോകുന്നത് ഖദീജയാണ്. അതെ. എന്തിന്? എന്ത് പ്രതീക്ഷിച്ചിട്ട്? അപ്പൊ ഇതൊരു എന്ത് കഥ. അല്ല അല്ല, ആ അതില് ഒരു കാര്യം ഞാൻ പറയൂ. എനിക്ക് തോന്നുന്നതേ, ഉം. ഇതിപ്പോ എന്ത് പ്രതീക്ഷിച്ചിട്ട് എന്നുള്ളതില് ആകെ അത് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് പോയത്? ഇവര് ഗ്രൂപ്പായിട്ട് ചെയ്താണെന്നാണ് അല്ല, അതെ പറയുന്നത്. അതെ. വെൽ പ്ലാൻഡ് ആണ്. വെൽ പ്ലാൻഡ്, വെൽ പ്രിപ്പയർഡ് ആയിരുന്നു സാധനം. അത് ആരൊക്കെയാണ്? ഇപ്പൊ ഈ മുഹമ്മദ് നബി, ആ ഖദീജി, ഖദീജ ഉണ്ട്, പിന്നെ വറക്കയുടെ സഹായം ഉണ്ട്, വറക്ക ബർക്ക, ഇബ്നു നൗഫൽ ഉണ്ട്, പിന്നെ നമുക്ക് അദൃശ്യമായിട്ടുള്ള കുറെ കൈകൾ അതിനകത്തുണ്ട്. ഖുറാനിലെ മക്കയിലുള്ള ആദ്യകാലത്തെ വചനങ്ങളിലൊക്കെയുള്ള ഒരു കാവ്യഭംഗിയൊക്കെ അതിനെ സൂചിപ്പിക്കുന്ന വേറെ ചില തെളിവുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് പകരം എന്താണ് എന്തായിരുന്നു ഇവരുടെ പർപ്പസ്? ഈ മലയുടെ മുകളിൽ കയറി കുത്തിരിക്കുക എന്ന് പറയുന്നത് അറബ് നാട്ടിലെ ആ, ഗോത്രങ്ങൾക്കിടയിൽ സാധാരണ ഉള്ള ഒരു സംഭവമല്ല. അല്ല. അത് നമുക്ക് കാണാൻ കഴിയുന്നത് ഉം, തോറയില് മലയുടെ മുകളിൽ പോയിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക്. ആ, ഏഹ് ആ, അതേപോലെ തന്നെ സ്വരാഷ്ട്രീയൻ മതങ്ങളിലും ഉം, ഈജിപ്ഷ്യൻ കഥകളിലും ഇങ്ങനെ ഉം, മലയുടെ മുകളിൽ കയറി കുത്തിയിരിക്കുന്ന ഏർപ്പാടുണ്ട്. ഇന്ത്യൻ ഉണ്ട്. കഥകളിലും ഉണ്ട് ഉം, തപസ്സിരിക്കാൻ മലയുടെ മുകളിൽ കയറി പോകുന്നത്. ആ, ആ, ആ അപ്പോ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഉം, പോയിരിക്കുന്നു ഒന്നാമത്. ഉം, അങ്ങനെ ഉം, പോയിരുന്നത് എന്തിനാണ്? ഈ പോയിരുന്നതിന് ഖദീജ ബീവി ഇവിടുന്ന് പിന്നെ ഭക്ഷണമൊക്കെ ആയിട്ട് ഈ ഭർത്താവിന്റെ ഭ്രാന്തിന് പിന്നാലെ പോയത് എന്തിനാണ് എന്നൊക്കെയുള്ള ഉം, ചോദ്യം ലോജിക്കലായിട്ട് അവിടെ വെക്കുക. ഉം, മുഹമ്മദ് ഒരു ഗുഹയിലിരിക്കുന്നു. ഉം, ഗുഹയിലിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഒരു അശരീരി കേൾക്കുന്നു. ഉം, ഇനി ഒരാളെ നേരിട്ട് കണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ആ, മീൻസ് അതാ കഥയിൽ തന്നെ വ്യക്തതയില്ല. ആ, അപ്പൊ ജിബ്രീല് വന്നു എന്നാണ്. ജിബ്രീല് വന്നു, ആ, വായിക്കാൻ പറഞ്ഞു. നിന്നെ സൃഷ്ടിച്ച നിന്റെ എന്താണ് നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞു. ആ, ആ, ഏഹ് അപ്പൊ എനിക്ക് ആ, എഴുത്തും വായനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും അതന്നെ പറഞ്ഞു. ആ, എന്നിട്ടാണ് പോയി. മുഹമ്മദ് നബി ഒന്നും വായിച്ചൊന്നുമില്ല. ആ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് പറഞ്ഞിട്ട് പറഞ്ഞത് മുഴുവൻ ജിബ്രീലാണെന്നാണ് പറയുന്നത്. ആ, മുഹമ്മദ് നബി എന്തിനും വായിച്ചതായിട്ട് പിന്നെയും തെളിവില്ല. ഉം. അപ്പോ ഈ വന്നത് ആരാണ് എന്താണ് എന്ന് മുഹമ്മദ് നബി എങ്ങനെ തീരുമാനിക്കും? മുഹമ്മദ് നബി തീരുമാനിച്ചത് പിന്നെ വീട്ടിൽ വന്ന് ഉം. പനി പിടിച്ച് കിടന്ന് അതിനുശേഷം ഉം. വീണ്ടും ജിബ്രീല് വന്നപ്പോഴല്ലേ ഇത് ഇങ്ങനെ പക്ഷെ ആരാണ് വഹിയാണ്. ആരാ പറഞ്ഞത് വഹിയാണെന്ന്, ജിബ്രീലാണെന്ന് ഖുറാനിലുണ്ടോ? ജിബ്രീല് പറഞ്ഞിട്ടുണ്ടാവില്ലേ, അള്ളാഹുടെ അടുത്ത് നിന്ന് വന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അള്ളാന്റെ അടുത്ത് നിന്ന് വന്ന ജിബ്രീലാണെന്ന് ജിബ്രീൽ പറഞ്ഞ ജിബ്രീലിന്റെ മുഹമ്മദ് നബിക്ക് മുമ്പ് പരിചയമുണ്ടോ? അള്ളാഹിനെ പരിചയമുണ്ടോ മുമ്പ്? ഇല്ല, തുടക്കത്തിൽ പരിചയമില്ല. ആ അപ്പൊ പിന്നെ ആ, ഇത് വരുന്ന ആളാരാണ്?
വരുന്ന ആള് ഇനിയിപ്പോ ഒരു മാലാക വന്നു, ഒരു ആ മാലാക ഇനിയിപ്പോ ജിബ്രീൽ തന്നെ നമ്മള് പേരെടുത്ത് വിളിക്കേണ്ട ഒരു മാലാക വന്നു. ആ പിന്നെ എന്റെ ഒരു സംശയം എന്താ, ഞാൻ അപ്പൊ എന്റെ പോയിന്റിലേക്ക് പോയിന്റ് വരാം. ഇത്രേ ഉള്ളൂ. മുഹമ്മദിന്റെ പ്രവാചകത്വം ആദ്യം മുഹമ്മദ് പിന്നെ തെളിയിക്കണം. മുഹമ്മദ് നബിക്ക് മുഹമ്മദ് എങ്ങനെ ബോധ്യപ്പെട്ടു എന്നതിലാണ് ഒന്നാമത്തെ ലോജിക്കൽ മിസ്റ്റേക്ക് ഉള്ളത്. അല്ല രണ്ടാമത്തത്, അത് വന്നത് ജിബിരിയിലാണോ ഉം, പിശാചാണോ എന്നൊരു പരീക്ഷണം ഖദീജ ഉം, നടത്തുന്നതായിട്ട് വേറെ ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ഉം, മനസ്സിലായോ? അതായത് മുഹമ്മദ് നബി വന്നിന്നെ പുതപ്പിട്ട് മൂടാൻ പറഞ്ഞിടക്ക് മൂടിക്കടന്നു, ആ, പനി പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ, ഈ കഥയില് പിന്നെ ഇത് വന്നത് പിശാചാണോ മാലാഖയാണോ എന്ന് സംശയമായി. ആ, അത് സംശയം തീർക്കാൻ വേണ്ടി ഖദീജ ബീവി മുഹമ്മദ് നബീനെ കാലിൽ പിടിച്ചിരുത്തി, പിന്നെ തൈയുടെ മീൻസ് തൊടയുടെയൊക്കെ പിടിച്ചിരുത്തി, പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് മേലേക്ക് ഇരുത്തി. മീൻസ് ഉം, തൊടയുടെ അവിടുന്ന് ഡ്രസ്സ് മാറ്റി മാറ്റി മേലേക്ക് ഉം, കയറ്റി ഇരുത്തി. അപ്പൊ നഗ്നത കാണിച്ചു തുടങ്ങിയപ്പം ജിബ്രീല് വന്ന ആള് പോയി. ആ, അപ്പോ അത് മലക്കാണെന്ന് തീരുമാനിച്ചു എന്നാണ്. ഉം. ഇതാണോ ഒരു വന്ന ആള് മലക്കാണെന്ന് ഇങ്ങനെ ഖദീജ ആണോ അത് തീരുമാനിക്കുന്നത്? പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ ഖുർആനിൽ വറക്കയാണ് പറയുന്നുണ്ട്. പിന്നെ വറക്കയാണ് ഇത് കൺഫേം ചെയ്യുന്നത് അത് മാലാഖ തന്നെയാണ്. വറക്ക മീൻസ് വറക്ക ഇബ്നു നൗഫൽ പറഞ്ഞാല് ഇയാളുടെ നമ്മുടെ ഖദീജാന്റെ ഒരു അങ്കിളാണ്. അങ്കിള്. ഓക്കെ. അയാൾക്ക് ഈ ജൂത ഗ്രന്ഥങ്ങളിലൊക്കെ കുറച്ച് പ്രാവീണ്യം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ഇത് ഇവരെല്ലാരും കൂടി ചെയ്ത ഇപ്പൊ ഒരു ട്രാൻസ് സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടുണ്ട്. അതില് ഫഹദ് അവരൊരു ഫാസിലാണ് മുഹമ്മദ് നബി. ഗ്രൂപ്പായിട്ട് ചെയ്യണോ? ഓക്കെ, ഞാൻ അതുവരെ ഞാൻ ഓക്കെ, ഞാനത് ഓക്കെ എന്ന് പറയണു. പക്ഷെ ഉം, അതവിടെ ഇരിക്കട്ടെ. ഉം, ഞാൻ ചോദിക്കുന്നത്, ഉം, ഇത് കഴിഞ്ഞിട്ട് സിദ്ദീഖിനോട് പറയണു. ഇതെല്ലാം ഉം, ഇവര് മൂന്നാല് കൂടിയാണ് പ്ലാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ഉം, സിദ്ദീഖ് എല്ലാവരോടും പറയുമ്പോ, ഉം, ഞാൻ നിന്നെ അത് കൂട്ടുകാരനാണല്ലോ, ഉം. കൂട്ടുകാരനാണ്, ഞാൻ നിന്നെ ഇപ്പൊ തന്നെ വിശ്വസിക്കുന്നു, നല്ല ആത്മാർത്ഥ സുഹൃത്താണ്, ചിലപ്പോ വിശ്വസിച്ചിട്ടുണ്ടാവും. വിശ്വസിച്ചിട്ടുണ്ടാവും. ഉം, ഓക്കെ. കൂടെ നിന്നിട്ടുണ്ടാവും. അപ്പൊ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഉം, ഈ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അധികാരത്തിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു, ഉം. കേട്ടിരുന്നു. അല്ല, അപ്പൊ എല്ലാവരും അധികാരത്തിന് വേണ്ടിയിട്ടാവൂല. അപ്പൊ ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നടത്തിയ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. ആ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നിന്റെ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ പഠിച്ചോനേന്ന്. ആ, ഈ രണ്ടാലൊരു ഉമർ പറഞ്ഞ ഒന്ന് ഉമറാണ്, ആ, രണ്ടാമത് അബൂജാഹിലാണ്. ആ, അപ്പോ അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ ഈ രണ്ടിലൊരാൾ മുഹമ്മദിന്റെ അടുത്ത് കൂടെ പോകുന്നപ്പോ ബെറ്റർ ഞാൻ പോണതാണെന്ന് ഉമർ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ? അല്ല, ആ പ്രാർത്ഥന ഉമ്മ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് ഉമർ അറിയാലോ സ്വാഭാവികമായിട്ട്. ഇല്ല. കാരണം അതെന്താ? അതെന്താ? അതിന്റെ അപ്പൊ ചരിത്രം ഞാൻ ഹദീസിലുണ്ടെങ്കിൽ അത് അവിടെ ആളുകൾ മറ്റുള്ളവർ കേട്ടു എന്നല്ലേ എന്റെ അർത്ഥം? മറ്റുള്ളവർ കേട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സ്വകാര്യമായിട്ട് പ്രാർത്ഥിച്ചാണെങ്കിൽ ഇങ്ങനെ ഹദീസിൽ വരിക? ഹദീസിൽ വരില്ല. അതായത് ഒരു യുദ്ധത്തിന് മുൻപ് നബിയോട് യുദ്ധത്തിന്റെ പറയാണ്. സമയത്തൊന്നല്ല അത്. അത് അല്ല, മക്കയിലുള്ളതാണ്. അതായത് രണ്ട് ടീമായ സമയത്ത് ഇല്ലെന്നേ, ആ അപ്പോഴൊന്നല്ല. അതൊക്കെ മദീനയിൽ തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥിച്ചത്. അതന്നെ, മദീനയിൽ തുടങ്ങുന്ന അല്ല, സമയത്ത് മക്കയില് സോറി. അതായത് നബിയോട് കൂടെയുള്ളവർ പറയാണ്, നമ്മളെക്കാൾ ശക്തരായിട്ടുള്ള ആളാണ് ഉമറും ഇവരും എതിർ സ്റ്റേരിയിലുള്ളത്. അപ്പൊ അത് നമുക്കത് കായികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന വരുന്നത്, അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലല്ലോ, ഉം. ബദറിന്റെ സമയത്തൊക്കെ ഉമർ ഇസ്ലാമിലുണ്ടല്ലോ. ഉമർ മക്കയിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചില്ലേ? അതെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവര് ഒരു ശത്രുത ഉണ്ടല്ലോ. എവിടെ? ഇപ്പൊ നബിന്റെ കൂടെ കൂടുന്ന ആളുകളും അപ്പുറത്ത് ഉള്ള ആളുകളും അങ്ങനെ പറയത്തക്ക ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ. ഇത് നമ്മൾ ഈ പറയണ പോലെ ഒന്നല്ല. ഇപ്പൊ നമ്മള് അതാണ് എന്റെ ഒരു ബലമായ സംശയം. എന്താ വെച്ചാലേ, ഈ ഉമർ റളിയല്ലാഹുവിനെ അന്ന് ചിത്രീകരിക്കുന്നത് അത്രയും ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി, ഈ സ്ത്രീകള് കൊതിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് ഞാൻ പൊതുവെ പഠിച്ചിട്ടുള്ളത്. സ്ത്രീകൾ പേടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു പെണ്ണിനെ വഴി നടക്കാൻ പറ്റില്ലാത്ത ഉക്കാളത്ത് എന്തെങ്കിലും തമ്മാടിയായിരുന്നു. ഭയങ്കര ഗുണ്ടായുസുള്ള ഒരാള്. പക്ഷെ അതിന് ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ. അത് നമുക്കറിയില്ലല്ലോ. അതിപ്പോ നമ്മളെങ്ങനെ പറയാ, പ്രഡിക്ട് അല്ല, ചെയ്യാം? അങ്ങനെ ഞാൻ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാളെ എന്തായാലും സ്ത്രീകള് ഇഷ്ടപ്പെടുവോ? ശരി, അത് ഓക്കെ. പക്ഷെ ആ ഉമറിന്റെ പിന്നെ പൊതുവഴിയിൽ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നതിന് തടസ്സാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഇതുകൂടി വന്നത്. എന്ത്, നമ്മുടെ നിക്കാബിന്റെ ആയത്ത് പോലും. കാരണം മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ
തിരിച്ചറിഞ്ഞാല് ഓലെ ഒഴിവാക്കാലോ വഴിയിൽ ഉപദ്രവിക്കുന്നത്. ആ ഉം. അല്ല അങ്ങനെയാണെങ്കിലേ ഇപ്പൊ അങ്ങനെ ജീവിച്ചൊരു വ്യക്തി ഉം. കാക്ക നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനയിൽ ഇന്നപ്പോ ഞാൻ തന്നെ പോവാന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഉം. അതായത് ഇങ്ങനെ ഇത്രയും ഒരു ക്രൂരമായിട്ട് അല്ലെങ്കിൽ ആ ജീവിതം ആനന്ദിച്ച് നടന്നൊരു വ്യക്തി ഉം. പെട്ടെന്ന് പോയിട്ട് ഈ മതത്തിൽ ചേർന്നിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാന്ന് ചിന്തിക്കൂ. എവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചു? ഉമർ അടങ്ങി ഒതുങ്ങി ജീവിച്ചതിന് എന്ത് തെളിവുകളുള്ളത്? ഉമർക്ക് മുഹമ്മദ് ഇനിയിപ്പോ ആ ഗുണ്ടായിസം ഇപ്പുറത്ത് ഇസ്ലാമിക് ഗുണ്ടായിസം കാണിച്ചു, അത്രേ ഉള്ളൂ. ഇപ്പൊ അവിടെ ഈ മദ്യം ഹറാമല്ലായിരുന്നു. മദ്യം ഒന്നും അന്ന് അവിടെ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് മദ്യം ഒന്നും ഹറാമായിരുന്നില്ലല്ലോ. ഉമർക്ക് നല്ലോണം കുടിച്ചിരുന്നു. ബദർ കഴിഞ്ഞിട്ട് ഉമർ കുടിച്ച് കൂത്താടിയ കഥ നിങ്ങൾക്ക് അറിയില്ലേ? ഈ ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് ഉമർ ഇസ്ലാം സ്വീകരിക്കുമ്പോ ഉമറിന്റെ സുഖാസ്വാദനത്തിന് തടസ്സാവുന്ന ഒരാഴ്ച ഇറങ്ങിയിട്ടില്ല. അത് പരിശോധിച്ചോളി. ഇസ്ലാം സ്വീകരിച്ചാൽ മതി. ആ, അത്രേ ഉള്ളൂ. അള്ളാനെ മാത്രം ആരാധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. വേറെ ഒരു നിയമം ഇറങ്ങിയിട്ടില്ലല്ലോ. മദ്യമൊക്കെ എപ്പോഴാ ഹറാമാക്കുന്ന? ബദറും കഴിഞ്ഞ് ഇവര് തമ്മിൽ തല്ല് തുടങ്ങി, അച്ചറയായി, മുഹമ്മദ് നബീനെ തെറി വിളിച്ച്, അതേമാതിരി അലീന്റെ എന്തോ ഒരു ഒട്ടകത്തിനെ വേറെ ആരോ, ഉമർ തന്നെ തോന്നുന്നു, ഉമറാണോ ഹംസ അറിയില്ല, ഹംസ, അത് വെട്ടിപ്പൊളന്ന് അങ്ങനെയൊക്കെ ആയി ഭ്രാന്തായിട്ടാണ് അത് ചോദിക്കാൻ ചെന്ന് മുഹമ്മദ് നബീനെ ജിന്റെ വാപ്പാന്റെ അടിമേനെ മിണ്ടാണ്ടിക്ക് എന്ന് മുഹമ്മദിനെ ചീത്ത വിളിക്കുന്നത്. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് മദ്യമൊക്കെ നിരോധിക്കുന്നത്. അല്ല അപ്പൊ ഈ ഉമർ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് നിസ്കാരം ഉണ്ടോ? എനിക്ക് അറിയാത്തവർ ചോദിക്കാം കേട്ടോ. അപ്പൊ നിസ്കാരമൊന്നുമില്ല. അന്ന് നിസ്കാരമില്ല. ഇല്ല. നോലുമ്പില്ല. നോമ്പില്ല. ഒരു കുന്ത്രാണ്ടോ ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇങ്ങനെ ഇത്രയും ആനന്ദിച്ച് നടന്ന ആളുകൾ ഇസ്ലാമിൽ വന്നിട്ട് പടിപടിയായിട്ട് ഈ റെസ്ട്രിക്ഷനുകൾ വരുമ്പോ അവർ പിരിഞ്ഞു പോകില്ലേ? പിരിഞ്ഞു പോയല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ പിരിഞ്ഞു പോയി. പിന്നെ ആനന്ദം അതിനേക്കാളും മേലല്ലേ. ഇപ്പൊ അന്നത്തെ കാലത്ത് ഇപ്പൊ ഉമർ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക പറഞ്ഞാല് അതിന് റെസിസ്റ്റൻസും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതിന് പകരം ഇസ്ലാമിലേക്ക് വന്നപ്പോ ഉമറിന് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടല്ലേ ചെയ്തേ. ഏതെങ്കിലും ഗോത്രത്തെ പോയി ആക്രമിച്ചാൽ അവിടുന്ന് കിട്ടുന്ന പെൺകുട്ടികളൊക്കെ ഒരിച്ചു കൊടുക്കലേന്നോ? പക്ഷെ ഇവരുടെ ഈ ഇപ്പൊ ഈ സിദ്ദീഖുകളാണെങ്കിലും വലിയ കച്ചവടക്കാരാണെന്നോ വ്യാപാരിയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. സുഹൃത്തെ, നമ്മളെ ഇപ്പൊ അടുത്ത് ഞങ്ങൾക്കൊരു സാധനം പറഞ്ഞുതരാം. അതായത് കൈലാസ് എന്ന് പറഞ്ഞിട്ട് എന്ത് കൈലാസാണ്? പുതിയൊരു രാജ്യം ഉണ്ടാക്കിയ ഒരു ദൈവം, ഒരാൾ ദൈവം, കൈലാസ. ഈ കൈലാസ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടാക്കിയിട്ട് അയാൾ അവിടുത്തെ ദൈവതുല്യനായിട്ടുള്ള ഒരാളായി അവതരിച്ച് ആ അവതാരത്തിന്റെ അടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് അതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാർ 21-ാം നൂറ്റാണ്ടിലുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. നമ്മളെ സദ്ഗുരുവിന് എത്ര ആൾക്കാരുണ്ട് അറിയാം നിങ്ങൾക്ക്, ആരാധകര്? അപ്പൊ ഒരാള് ഒരു പുതിയൊരു സാധനം കൊണ്ട് വന്നാല് എന്തിന് നമ്മളിവിടുത്തെ MLM കുറിയിൽ കൂടിയിട്ട് പൈസ കളയുന്ന എത്ര മലയാളികൾ ഇപ്പോഴും നമ്മളെ നാട്ടിലുണ്ട് ഇല്ലേ? അപ്പൊ ഒരാളൊരു സാധനം കൊണ്ട് വരുമ്പോ ഏതെങ്കിലും തരത്തില് അതിൽ എന്തെങ്കിലും ഒരു ആകർഷണം തോന്നിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തില് പിന്നെ ആകൃഷ്ടനായിട്ട് അതിൽ പോയി ചേരാനുള്ള ടെൻഡൻസി ആൾക്കാർക്ക് ഉണ്ടാവും. അത് എന്തായിരുന്നു നമുക്ക് ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായിരുന്നു എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? ഇപ്പൊ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ട് ഉമറും അബൂബക്കറും കൂടി എങ്ങോട്ടാ പോയത്? ഇപ്പൊ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ പാർട്ടിയുടെ ഒരു നേതാവ് മരിച്ചാൽ നിങ്ങൾ ആദ്യം എങ്ങോട്ടാ പോവാ? ഇനിയിപ്പോ നിങ്ങളെ വീട്ടില് നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാരണവർ മരിച്ചു, നമ്മൾ നേരെ എങ്ങോട്ടാ പോവാ? നമ്മളെ അടുത്ത തറവാട് കാരണവർ ആരാന്ന് തീരുമാനിക്കാനും ഓന്റെ സ്വത്ത് ഒരിയക്കണതിനാണ് പോവാ? അതോ ഇയാളെ കബറടക്കാനോ പോവാ? ഉമർ അബൂബക്കർ എങ്ങോട്ടാ പോയി? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാവുക. ഇങ്ങനെയാണ് ഇതിനെ കോറിലേറ്റ് ചെയ്യുക. 3 ദിവസം കഴിഞ്ഞിട്ടാണ് കബറടക്കിയെന്ന് ഞാന് എവിടെയായിരുന്നു അത്? ആ കബറടക്കിയത് 3-ാമത്തെ ദിവസമാണ്. ഇവര് എവിടേക്ക് പോയത്? ഇവര് എന്തിലായിരുന്നു ഏർപ്പെട്ടിരുന്നത് ആ സമയത്ത്? അധികാരം അബൂബക്കറിലേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢാലോചനയിലാണ് ഏർപ്പെട്ടത്. മനസ്സിലായോ? അപ്പൊ മുഹമ്മദിന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നുള്ളതും മുഹമ്മദിന്റെ സ്വപ്നം എന്തായിരുന്നു മക്കയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. അതായത് മക്ക
നിങ്ങൾക്ക് ഞാൻ കൂട്ടക്കൊല കൊണ്ടിരുന്ന മക്കയിൽ വെച്ചിട്ട് മുഹമ്മദ് അവിടുത്തെ ഖുറൈശികളോട് മുഹമ്മദിനെ എതിർക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്. ഉം. അവിടെ അവരെ മുഴുവനായിട്ട് തീർത്ത കഅബ പൂർണ്ണമായിട്ട് മോചിപ്പിച്ച് അവിടെ ഏക ദൈവ ആരാധന സ്ഥാപിക്കും ഉം. എന്ന് മുഹമ്മദ് അവിടെ പറയുന്നുണ്ട്. ആ. അപ്പോ മുഹമ്മദിന്റെ സ്വപ്നം, ആഗ്രഹം ഈ ഏകദൈവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മുഹമ്മദ് പറയുന്ന ഒരു അള്ളാഹിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയുടെ ഒരു രാജ്യം സൃഷ്ടിച്ച് അതിന്റെ നേതാവാകുക എന്നുള്ളത് തന്നെയാണ് മുഹമ്മദിന്റെ എയിം. അതിന് മുഹമ്മദ് സ്വീകരിച്ച മാർഗമാണ് ദൈവത്തിന്റെ പ്രവാചകൻ. ഉം. അത് അങ്ങേയറ്റം ബുദ്ധിപരമായി നീക്കാണ്. ദൈവത്തിന്റെ ആളാട്ടോ ദൈവത്തിന്റെ മകനായ വന്നാല് അവിടെ സ്വീകരിക്കപ്പെടൂല. പക്ഷെ പ്രവാചകന്മാര് സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ മുഹമ്മദ് നബി മാത്രമൊന്നല്ല ആ കാലത്ത് പ്രവാചകനായിട്ട് വന്നത്. കുറെ പേര് പ്രവാചകന്മാരുണ്ടായിരുന്നു. മുഹമ്മദ് നബി മരിച്ചിട്ടാണ് അതിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു പ്രവാചകനെ അബൂബക്കർ കൊല്ലുന്നത്. അതിനുശേഷം പ്രവാചകരുണ്ടോ? അതിന്റെ ശേഷവും മുൻപും ഒക്കെ ഉണ്ട്. അല്ല ഞാൻ ഈ അപ്പൊ നബി മരിച്ചു എന്ന് മുഹമ്മദിനെ പറഞ്ഞപ്പോ വിശ്വസിച്ച് കൂടെ വന്നിരുന്ന കുറെ ആൾക്കാര് മുഹമ്മദ് മരിച്ചപ്പോ അടുത്ത പ്രവാചകനെ തേടി പോകുന്നുണ്ട്. ഒരുപാട് പേര്. ആര് വേറെ ഇസ്ലാം പ്രവാചകന്മാർ? വേറെ പ്രവാചകൻ അവിടെ മുസൈലിമ എന്ന പ്രവാചകൻ ഉണ്ടായിരുന്നു. ഓന്റെ അടുത്തേക്ക് പോയി മുഹമ്മദിന്റെ കുറെ അനുയായികള്. എന്നിട്ട് അങ്ങനെ മുർത്തദ്ദായി പോയ ആൾക്കാർക്കെതിരെയുള്ള യുദ്ധമാണ് അബൂബക്കർ ഖലീഫയായി വന്ന ആദ്യം ഏറ്റെടുത്ത് നടപ്പിലാക്കിയ യുദ്ധം. റിദ്ദ വാർ എന്നാണ് അതിന് പറയാ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഉമർ നബി വഫാത്തായെന്ന് കേട്ടിട്ട് കലിബ് കൊണ്ട് പറഞ്ഞവരൊക്കെ വെട്ടിയിട്ട് വന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനത്തെ കുറെ കഥകൾ കേൾക്കും. എന്നിട്ട് അബൂബക്കറാണ് പറഞ്ഞത് ആയത്തിറക്കി കൊടുത്തത്. അങ്ങനെ അബൂബക്കർ പറഞ്ഞു, നീ മുഹമ്മദിനെ ആരാധിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് മരിച്ചു. അല്ല, അബൂബക്കർ അവിടെ ഒരു ഖുർആൻ വചനം ഓതി കൊടുക്കണ്ട. ഖുർആൻ വചനം ഒന്ന് നോക്കിയാൽ മതി. ആ ഖുർആൻ വചനത്തിലുണ്ട് കഥയൊക്കെ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ ഒരു കഥയായിട്ടാണ്, ഇത് ഇങ്ങനൊരു കഥയാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ, കാരണം നബി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ വചനം ഇറങ്ങാൻ പറ്റില്ലല്ലോ, ഇറങ്ങിയിട്ടില്ലല്ലോ. നബി മരിച്ചു കഴിഞ്ഞിട്ട് അബൂബക്കർ ഓതിയ ഖുർആൻ വചനം അതിന്റെ മുമ്പ് വേറെ ആരെങ്കിലും കേട്ടതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഖുർആൻ വചനം ഇറങ്ങണ്ട. ഖുർആൻ വചനം എന്തിനാ ഇറങ്ങണ? പിന്നെ നബിക്കല്ലേ ഖുർആൻ ഇറക്കിയത്. നബി മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഇറക്കാൻ പിന്നെ ജിബ്രീൽ വരില്ലല്ലോ. നബിയുടെ മരണ സമയത്ത് അബൂബക്കർ, എനിക്ക് ആ കറക്റ്റ് വചനം ഏതാന്ന് ഓർമ്മല്ല, അത് നോക്കിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നോക്കിയാൽ അതിന്റെ കഥ വളരെ കോമഡിയാണ്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരു അത്ഭുതമല്ല. ഒരാള് ഒരു പുതിയ ആശയവുമായിട്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങളൊരു ദൈവികമായിട്ടുള്ള പരിവേഷം ഒന്നും വേണ്ട, നിങ്ങള് പിന്നെ പുണ്യ റസൂല് സ്വപ്നത്തിൽ വന്നു എന്നോട് ഇന്ന പോലെ ചെയ്യാൻ പറഞ്ഞു, നിങ്ങളൊരു വേഷം കെട്ടി ഇറങ്ങി നോക്കിയേ, നിങ്ങളെ കൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ വരും. ഇല്ലല്ലോ. ഈ ഇടയ്ക്ക് ഒരു മുസ്ലിം പറഞ്ഞല്ലോ, എനിക്ക് നബി സ്വപ്നത്തിൽ വന്നിട്ട് എനിക്ക് കോടികൾ ഗുണം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ട്രോളി അല്ലേ ചെയ്തത് എല്ലാരും? അയാളെ ട്രോളി. അയാളെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോയി അന്വേഷിച്ച് നോക്കി. ഇപ്പോഴത്തെ അവസ്ഥ ഞാന് ഇവിടുന്ന് നടന്ന് ഹജ്ജിന് പോയി ഒരു ഷിഹാബോ എന്താ ഒരു ചങ്ങാതി, ഒന്ന് പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഷിഹാബിന്റെ കഥ എന്താന്ന്. അല്ല അത് എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. ഞങ്ങളെ നാട്ടില് നൂറെ ഹബീബിന്ന് വെറുതെ ഒന്ന് അടിച്ചു നോക്കാം. നൂറെ ഹബീബിന്ന് ഞാന് ഈ പിക്കാനോട് സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറെ കാലമായിട്ട് ഇവിടെ ഈ വീഡിയോസ് കണ്ടിട്ട് എന്റെ മുൻപേ ഉള്ള സംശയങ്ങളാണ് ഇപ്പോ നിങ്ങളിലൂടെ ഞാൻ അറിയുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്തെ ഉള്ളൊരു സംശയങ്ങളാണ്. എനിക്ക് ഒരു സംശയമുള്ളത് മനസ്സിലായി. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാല്, നമ്മളിത് എങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും അതന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടാലും ഇത് വളരെ ചെറിയ പ്രായത്തിൽ നമ്മളെ തലയിൽ കയറിയ ഒരു കഥയാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് വിട്ടുപോകൂല. അത് നല്ല പണിയാണ്. നല്ല പണിയാണെന്ന് പറഞ്ഞാല് അതിൽ കുറച്ചധികം തലച്ചോറ് പണിയെടുക്കേണ്ടതുണ്ട്. കുറെ ഇത് തികട്ടി തിരിച്ചു വന്നോണ്ടിരിക്കും. അതിനെ നമ്മൾ അൺലേൺ ചെയ്ത് കളയുക എന്ന് പറയുന്നത് അത് കുറച്ച് ശ്രമകരമായ പണിയാണ്, കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പണിയാണ്. അതൊരു ജേണിയാണ്. അതിലേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങിയാൽ മാത്രമേ ഈ കൺഫ്യൂഷൻ തീരുള്ളൂ. നമ്മൾ ആദ്യം എന്തോ ഒന്ന് കേൾക്കുമ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആയി, പിന്നെ അതാണ് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇപ്പുറത്ത് വേറെ നമുക്ക് നമ്മുടെ ആ ഒരു വിശ്വാസത്തെ ന്യായീകരിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണം തേടി നമ്മൾ അന്വേഷിച്ച് അത് എടുത്തിട്ട് തൽക്കാലം അത് വെച്ച് മാനേജ് ചെയ്യും. അത് കഴിയുമ്പോൾ വേറൊരു ഡൗട്ട് വരും, അപ്പൊ അവിടെയും വീണ്ടും സംശയം വരും. അതങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ തോന്നുന്ന സംശയങ്ങൾ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പതിയെ ഈ സാധനത്തെ പുറത്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനും സംശയം കൺഫ്യൂഷനായിട്ട് അങ്ങനെ പോവാം.
അതിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇത് ബോധ്യപ്പെടുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അതായത് നമ്മൾ ഈ ഇത്ര കാലം വിശ്വസിച്ചതും ആരാധിച്ചതും നമ്മൾ പഠിച്ചതും പഠിപ്പിക്കപ്പെട്ടതും ഒക്കെ വെറും ബഡായി കഥയാണ് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അത് എനിക്ക് എനിക്ക് ഞാൻ ഇക്കാനോട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, ഞാൻ ഭയങ്കരമായിട്ട് ഈ നിസ്കാരവും ഇതൊക്കെ ആയിട്ട് നടന്നൊരു സമയം ഉണ്ടായിരുന്നു. ഉം, ഇപ്പൊ ഇല്ല. ഉം, ഇപ്പൊ ഞാൻ പ്രത്യേക പണ്ടത്തെ രീതിയിലാണ് പോകുന്നുള്ളൂ. ഉം, ഒരു അങ്ങനത്തെ ഒരു സമയമാണ്. ഞാൻ 5 വകത്ത് നിസ്കാരവും കാര്യങ്ങളും. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഞാൻ ഉം, കൊണ്ടുപോകും ഉം, നിസ്കാരിക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. അത് അങ്ങനെ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് അന്നാണ് ഈ ഖുർആൻ പരിഭാഷ ഉം, ആയിട്ടുള്ളൊരു ബുക്ക് ഞാൻ അന്നാണ് കാണുന്നത്, ഒരു ഉം, പള്ളിയിൽ നിന്ന്. അത് ഈ തബ്ലീഗ് എന്നുള്ളൊരു ഉം, വിഭാഗം ഉണ്ടല്ലോ, അവരുടെ പള്ളിയിലാണ് ഞാൻ കാണുന്നത്. ഉം, അപ്പൊ അങ്ങനെ ഞാനത് അങ്ങനത്തെ ഇത് നല്ല കാര്യമാണല്ലോ. കാരണം ഉം. നമ്മളിത് ഇങ്ങനെ തബ്ലീഗാണോ? തബ്ലീഗിന് ഖുർആൻ പരിഭാഷ ഒക്കെ ഉണ്ടോ? എനിക്കറിയാം. അല്ല, അവരുടെ പള്ളിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മനസ്സിലായി. അപ്പൊ അവര് ബുക്കാ കണ്ടിട്ടുള്ളത്. ആരുടെ ബുക്കാണെന്ന് എനിക്കറിയില്ല. അവിടെ പള്ളിയിൽ കണ്ടിട്ടുള്ളത്. അപ്പോ ഞാനത് എന്റെ ഒരു കാഴ്ചപ്പാടില് നമ്മള് ഈ ഖുർആൻ ഒന്നും അറിയാതെ വായിക്കണേക്കാണ് നല്ലത്. നമുക്ക് അതിന്റെ നമ്മുടെ ഭാഷയില് കൂടി അറിയുന്ന രീതിയിൽ വായിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് അതിന്റെ ഒരു കോപ്പി, ഒരു ബുക്ക് വാങ്ങിയിട്ട് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവച്ചു. ഞാൻ നിസ്കരിക്കാൻ പോണ പള്ളിയിൽ കൊണ്ടുവച്ച് ആരെയും വായിച്ചോട്ട് വിചാരിച്ചത്. അന്നത് ഉസ്താദ് എടുത്തിട്ട് എന്നോട് തിരിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇതിവിടെ വെക്കാൻ പറ്റില്ല, കാരണം ഇത് എങ്ങനെ വായിച്ചു കഴിഞ്ഞാല് ഇതിനകത്ത് കുറെ തെറ്റിദ്ധാരണകൾ വരും. അതിൻ്റെതായ സന്ദർഭങ്ങളും കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിന് പരിഭാഷ പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് നേരിട്ട് പഠിച്ചാല് ഈമാൻ തെറ്റിപ്പോകുന്നു. അതെ. അങ്ങനെ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് എവിടെന്നാ ഏത് പള്ളിയിലെ കണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുവച്ചോ അവര് അത് വായിച്ചോട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് പഠിക്കുന്ന സമയത്തുള്ള ഒരു ഡൗട്ടായിരുന്നു കേട്ടോ. അതായത് ഈ നമ്മൾ ഗ്രന്ഥം ഇറക്കുന്നു, അതായത് ഏറ്റവും ഈ പ്രപഞ്ചം തുടങ്ങുന്ന സമയം മുതൽ അവസാനിക്കും വരെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. അത് ഓൾറെഡി തയ്യാറാക്കി വെച്ചതാണെന്നാണ് പറയപ്പെടുന്നത് അല്ലേ ഖുർആൻ. അപ്പൊ അത് എന്റെ ഒരു എനിക്ക് തോന്നിയത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വൺ ടൈം ആയിട്ട് ഇറക്കിയ വന്നാ മതിയായിരുന്നല്ലോ. ഓരോ സന്ദർഭങ്ങളിൽ വരുന്നതും അല്ലെങ്കിൽ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് വരുന്നതും തമ്മിലൊരു ഗ്യാപ്പ് എനിക്ക് അന്ന് ഒരു ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ അത്രയും ഒരു ഓപ്പൺ ഇതല്ലല്ലോ. എനിക്ക് 10-32 വയസ്സുണ്ട്. ഞാൻ പഠിച്ച പ്രായം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഊഹിക്കാലോ. അന്ന് ആരോടും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ് നമ്മളങ്ങനെ പോയി. ഇപ്പൊ ഞാന് ഇതിന്റെ ഒരു തുടക്കം തന്നെ നിങ്ങളൊരു യാദൃശികമായിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ട് അറിയാതെ നിങ്ങളെ ഈമാൻ ഊരിക്കൊടുക്കപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ അതാണ് തോന്നുന്നു ഫസ്റ്റ് ആയിട്ട് ഞാന് ഇത് കണ്ടത്. പക്ഷെ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഒരു ഹിന്ദു ഇതിലുള്ള കൂട്ടുകാരാണ്. അവൻ പക്ഷെ സയൻസിനെയാണ് അവൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ വാദിക്കുമായിരുന്നു. അത് ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ ഏതെങ്കിലും ഒരു ദൈവത്തിനും കുറ്റം പറയരുതെന്നാ ഞാൻ പറയുള്ളൂ. ഞാനിപ്പോ നമ്മുടെ മതം തന്നെയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരാളല്ല. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ സ്പേസ് ഉണ്ട്, അതിൻ്റെതായ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവൻ പറയും സയൻസ് ആണ് ശരി എന്നാണ്. അങ്ങനെ ഞാനിത് കേട്ടു തുടങ്ങിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പറയാമല്ലോ എന്നുള്ളൊരു ഇതിനകത്ത് കയറി കേട്ടതാണ്. ഇത് കേട്ടപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്റെ മൈൻഡിലുള്ള സംശയങ്ങൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. നിങ്ങളായാലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നതില് ഞാൻ അനുഭവിച്ച ഈ സംശയങ്ങളും ഞാൻ തേടിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും അതന്നെയാണ് നിങ്ങളും ചോദിക്കുന്നത്. അപ്പൊ ഇതിനുള്ള ഒരു ഉത്തരം വേറൊരു ടീമിനും പറഞ്ഞു തരാനും പറ്റുന്നില്ല. അതാണ് ഇപ്പൊ ഇതിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നം. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ വ്യക്തിപരമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എത്രയൊക്കെ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ മനസ്സിലായി വന്നാലും നമ്മുടെ ഉള്ളില് ഈ സാധനങ്ങൾ പിന്നെയും തികട്ടി വരാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. അതായത് പല കാരണങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തികട്ടി വരും.
അപ്പോ ഇതിനകത്ത് നമുക്ക് പിന്നെ എന്താ ഇതിനകത്ത് ചെയ്യാൻ പറ്റുക വെച്ചാല് ആളുകൾ ഉത്തരം പറഞ്ഞു തരാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഇതുവരെ അന്വേഷിച്ചിട്ട് കിട്ടാത്തത് ഉത്തരം ഇല്ലാത്തതുകൊണ്ടാണ്. ഉത്തരം ഉള്ളതാണെങ്കിൽ കിട്ടും, അന്വേഷിച്ചാൽ കിട്ടും. ഉത്തരം അതായത് ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തത് എന്നാണ് ഞാൻ പറയാം. അപ്പൊ അത് ഓക്കെ, ആരെയും അത് കുറ്റമല്ല, അങ്ങനെ ഒരു കുറ്റമല്ല, അത് ഉത്തരം ഇല്ല. ശരിയാണ്. അതുപോലെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഉം, ഈ ലോകാവസാനം വരെയുള്ളൊരു മാർഗമാണ്, അല്ലെങ്കിൽ അതുവരെ പാരായണപ്പെടേണ്ടതാണ് ഉം, ഖുർആൻ എന്ന് പറഞ്ഞ് നബി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? ഉം, ഉണ്ട് ഉം. എന്നാണ് എന്റെ ഒരു ഉണ്ട്, വിശ്വാസം. ഉണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നതും ഞാൻ പഠിച്ചതും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്താണെന്ന് തോന്നുന്നു പൂർണ്ണമായിട്ടും ഖുർആൻ ആ, ക്രോഡീകരിച്ച് ആക്കിയത് അല്ലേ? അതെ. എന്റെ ഒരു അറിവ് പ്രകാരം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കുറെ ഉം, വർഷം മുന്നുള്ള അറിവാണ്. ഉം, പക്ഷെ അങ്ങനെ ഈ ഇത്രയും കാലങ്ങൾ പിന്നിടേണ്ട ഒരു ഗ്രന്ഥമാണെങ്കിൽ ഉം, നബിക്ക് കാണാപ്പാടായിരുന്നു എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ഉം, ഖുർആൻ ഉം, നബിക്ക് കാണാപ്പാടായിരുന്നു, പഠിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഏത് സമയത്തും അറിയുന്ന ഉം. ഒരു ബുദ്ധി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിവുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഉം. ശരി തന്നെയായിരുന്നു. അതൊക്കെ പറച്ചില്ലല്ലേ? ആ ശരി, പറച്ചിലാണ്. ഓക്കെ. ഉം, അങ്ങനെയാണെങ്കിൽ അന്ന് ക്രോഡീകരിക്കേണ്ടതായിരുന്നു. ഉം. ആ പിന്നെ ക്രോഡീകരിച്ചില്ല എന്ന് മാത്രല്ല, ക്രോഡീകരിക്കുന്നതിനെ കുറിച്ച് മുഹമ്മദ് നബി ആലോചിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. ഇല്ല, അത് ഓക്കെ, അത് ഞാനത് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ മദർസയിൽ തന്നെ പഠിച്ചതായിട്ടുള്ള ഉം, എനിക്കൊരു ബോധ്യമുണ്ട്. ഉം, പിന്നെ എനിക്ക് ഒരൊറ്റൊരു സംശയം എനിക്കുള്ളത് എന്താ അറിയോ? ഉം, ഈ കുറച്ചു പേരെ പറ്റിക്കാം, ഉം. ശരിയല്ലേ? അതെ. കുറച്ചു പേരെ ഇപ്പൊ നബിക്ക് എനിക്ക് ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കഴിവുകളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ പറ്റിക്കാം. ഉം, പുതിയതായിട്ട് വരുന്ന ആളുകളെ ഈ ഉം, ഈ ആയത്തുകൾ ഉം, നിസ്കാരത്തിൽ ഓതുമല്ലോ. ഉം. അപ്പൊ ഒരു വട്ടം ഇപ്പൊ കാണാപ്പാടം അല്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഓതുന്നത് രണ്ടാമത്തെ വട്ടം ഓതുമ്പോ ചെറിയ വ്യത്യാസം വരില്ലേ? ഉം. അപ്പൊ സ്വാഭാവികം. അന്നത് തിരിച്ചറിയേണ്ടതല്ലേ ഈ ജനങ്ങള്? അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു പോയ ആൾക്കാരുണ്ടേ. ഇപ്പം തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു പോയ ആളുകളോ? അതായത് മുഹമ്മദ് നബീന്റെ ഖുർആൻ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന സ്ക്രൈബുകളായിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. ആ അപ്പൊ അതിലൊരാള് മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ഖുർആൻ വചനം ഇറങ്ങും. അയാൾ ആ മക്കീന്ന് മദീനയ്ക്ക് പോയതാണ്, ഭയങ്കര വിശ്വാസമൊക്കെ വന്നിട്ട്. ആ അങ്ങനെ അയാൾ അവിടേക്ക് തിരിച്ചു, അവിടുന്ന് പോയിട്ട് പിന്നെ ഇത് ഓതി കൊടുക്കും. ആ ഓതി കൊടുക്കുന്ന സമയത്ത് നബിക്ക് ഖുർആൻ വചനം വന്നല്ലോ, അപ്പൊ അത് എഴുതാൻ പറയും. ആ എഴുതുന്ന സമയത്ത് ഇയാള് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എഴുതും. ആ അപ്പോ മുഹമ്മദ് നബി പറയും, അത് നന്നായിട്ടുണ്ട്, അത് അങ്ങനെ ഇരുന്നോട്ടെ പറയും. അല്ല, അല്ലല്ല, അങ്ങനല്ല. പറയട്ടെ. അപ്പൊ ഇയാൾക്ക് ഇത് മനസ്സിലായി, ഏത് ഇതിന്റെ പിന്നിൽ പഠിച്ചവനും ഇല്ല, ഒരു കുന്ത്രാണ്ടം ഇല്ലാന്ന് മനസ്സിലായി. അല്ല, അങ്ങനല്ല. അങ്ങനെ അയാൾ ഇപ്പൊ വിട്ടിട്ട് പോയി. അല്ല, എനിക്ക് പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേക്ക് പറയുന്നു. അതായത് നബി പറഞ്ഞു കൊടുത്തത് എഴുതി, എന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തപ്പോ ഇത് ഓക്കെ എന്ന് പറഞ്ഞല്ലേ പറയണത്? അല്ല, പുള്ളിയുടേതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് എഴുതി. എഴുതി, ആ പക്ഷെ അത് വായിച്ച് കേൾപ്പിച്ചോ? അതന്നെ വായിച്ചു കേൾപ്പിച്ചു. ആ അപ്പൊ അയാൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഓക്കെ ആണെന്ന്. അങ്ങനെ അതും ചിലപ്പോ ഇതുപോലെ കെട്ടുകഥയാണെങ്കിലോ? ഏത് കെട്ടുകഥ? അല്ല, അതിന്റെ പേരിൽ ആ വ്യക്തി പിന്നെ ഇസ്ലാം ഉപേക്ഷിച്ച് തിരിച്ചുപോയി എന്നും അയാളെ എവിടെ വെച്ച് കഅബയുടെ കില്ലറടി കണ്ടാലും കൊല്ലണം എന്ന് മുഹമ്മദ് നബി ഉത്തരവിട്ടതായിട്ടും ഹദീസുകളിലുണ്ട്. ഇതാണ് ഇതിന്റെ കാരണം അങ്ങനെ ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പൊ അങ്ങനെ അങ്ങനെ അല്ല, കുറെ അത് ഞാൻ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ അല്ല 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 പറഞ്ഞെച്ചാല് അല്ല 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 ഇതിനകത്ത് പിന്നെ ആളുകൾ അത് കുറെ അത് കാലം പറ്റിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ നമ്മൾ അല്ല അതിൽ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അല്ല, അതിലൊരു സാങ്കേതിക തെറ്റുണ്ട്. എന്താണ്? അതായത് നേരത്തെ പറഞ്ഞു, നബി ഇതിനെ എഴുതി വെക്കണമെന്നോ ക്രോഡീകരിക്കണമെന്നോ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ് ഈ ഉം ഒരു 5 മിനിറ്റ് മുന്നേ പറഞ്ഞത്. അതെ. അതിനുശേഷം പറഞ്ഞു എഴുത്തുകാരനെ വിളിച്ച് എഴുതിപ്പിച്ചു എന്ന് പറയുമ്പോ അത് ഒരു അതല്ല, ആ ഉം, എഴുത്തല്ല, വചനങ്ങൾ ഉം. അപ്പപ്പോ എഴുതി വെക്കാറുണ്ടായിരുന്നു എന്ന് തന്നെയാണല്ലോ പറയണേ. അതായത് വചനങ്ങൾ ഗ്രന്ഥമായിട്ട് ഇപ്പൊ ഒരു ആയത്തിറങ്ങുമ്പോ അത് എഴുതാൻ ആളെ ഏൽപ്പിക്കും. എഴുതാനുള്ള ആൾക്കാർ എഴുതാൻ അന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വചനം ഇറങ്ങുമ്പോ ആ ആ വചനം പിന്നെ പ്രത്യേകമായിട്ട് എഴുതി വെക്കും. ഉം. പക്ഷെ അത് നബിയുടെ അതൊരു ഉത്തരവ് ഗ്രന്ഥമായി പ്രകാരമായിരുന്നു. ക്രോഡീകരിക്കപ്പെടണം എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും ഇത് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നബി. എഴുതി വെക്കാൻ ആൾക്കാർ എഴുതാനുണ്ടായിരുന്നു. മുഹമ്മദ് നബിക്ക് എഴുത്തും വായന അറിയില്ല എന്നുള്ള പറയണേ. ആ ഉം. അപ്പൊ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് എഴുതി ആവശ്യമുള്ളതാണ്. എഴുതി വെക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു മുഹമ്മദ് നബിന്റെ കൂടെ. അത് ഉണ്ടായിരുന്നു. അല്ല, അത് അപ്പപ്പോ നബി ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതിപ്പിക്കും.
ഉം. അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഖുറാനായിട്ട് ക്രോഡീകരിക്കാൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞു. അതെ. അപ്പൊ അതിനകത്ത് ഒരു എന്താ പറയാ, ഞാൻ അതാണ് നേരത്തെ ചോദിച്ചത്. അപ്പൊ ഇറങ്ങിയത് എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഉം. ഏഹ് ഉം. ഇത് മനപ്പാടമാണെന്നല്ലേ പറയുന്നത് നബിക്ക്. ഉം. അപ്പൊ ഈ നിസ്കാരങ്ങളിലും ഇതിലും ഓതുമ്പോ ഇതിനകത്ത് ഡിഫറൻസ് ഇപ്പൊ ഒരു കണ്ടിന്യൂസ് ഒരു ഇങ്ങനെ ഒരു പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വ്യത്യാസം വരണ്ടേ? വ്യത്യാസമുള്ള ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതൊക്കെ ആർക്കാ ഓതുന്നത്? അപ്പപ്പോ ഓതുന്നത് അപ്പപ്പോ ഉപയോഗിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഇപ്പോ നമ്മൾ ഖുറാൻ വായിച്ച എത്ര ആൾക്കാർക്ക് അപ്പപ്പോ അതിന്റെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാവും? രണ്ടെണ്ണം ഒരുമിച്ച് കാണുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ രണ്ടെണ്ണം പറഞ്ഞത് ഒരുമിച്ച് ഇതിന് ഇങ്ങനെയൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ്. ഇത് സമയമെടുത്ത് മാത്രം ശരിയാവുന്ന ഒരവസ്ഥയാണ്. അതിൽ അത്ഭുതപ്പെടാനോ പേടിക്കാനോ ഒന്നുമില്ല. ഇതിങ്ങനെയാണ്. ഞാനൊക്കെ ഈ സ്റ്റേജ് കടന്നു വന്നതാണ്. സ്റ്റേജിൽ കടന്നു വന്നതാണെന്ന് പറയുന്നത്. പക്ഷെ അത്രേ ഉള്ളൂ. എനിക്കിത് ഇതിനകത്തെ കുറെ ഡൗട്ടുകൾ ഒരുപാട് ഇപ്പൊ കൂടി, അതുണ്ടായത്. അത് വരും, സ്വാഭാവികല്ലേ. ഒരുപാട്, കാരണം ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അത് അതിന്റെ പാട്ടിൽ പോയേനെ. വിഷയമില്ലായിരുന്നു. പക്ഷെ ചിന്തിക്കുമ്പോഴാണ് ഇതിനകത്തുള്ള കുറെ പ്രശ്നങ്ങള് നമ്മളെ മുന്നിൽ കാണുന്നതും കാണിച്ച്. കാരണം നമ്മളിതിന്റെ പോസിറ്റീവ് മാത്രമാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളൂ. അതെ. ഇതിന്റെ ഒരു നമ്മൾ പഠിച്ചത് ഒന്നാണ്. പക്ഷെ നിങ്ങളില് ചിലവര് കാണിക്കണതും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു പേര് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് പറയണത് രണ്ടും നമ്മള് ഒരുപാട് വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരുപാട് വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളുടെ കാര്യം ഓക്കെ ആണെന്ന് നമുക്ക് തോന്നുമ്പോ അപ്പൊ അതെങ്ങനെ അവിടെ സംഭവിച്ചു? അതാ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ നിങ്ങളോട് കുറച്ച് നേരത്തെ പറഞ്ഞത്. ഇത് വളരെ ചെറിയ പ്രായം തൊട്ട് നമ്മളെ തലയിൽ അടിച്ചേൽപ്പിച്ച ഒരു സാധനമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പുറത്തു കിടക്കാനുള്ള സൂത്രപ്പണികളൊന്നുമില്ല. അതിന് ഓരോരോ കാര്യം, ഇപ്പോ നിങ്ങൾ പറഞ്ഞ ഓരോ പോയിന്റിലും മുഹമ്മദ് നബിയുടെ നുബുവത്തിന്റെ ലോജിക്ക് എന്താണ്? ഞാൻ നേരത്തെ ചോദിച്ചതാണ് അതിലെ ചോദ്യം. മുഹമ്മദ് നബി എങ്ങനെയാണ് തീരുമാനിച്ചത് എന്റെ അടുത്ത് വന്ന ജിബ്രീലാണെന്ന്? അവിടെ കഴിഞ്ഞു. പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ജിബ്രീലാണെന്ന്. അതുകൊണ്ട് ജിബ്രീലിന്റെ മുൻ പരിചയമുണ്ട്. അപ്പൊ നിങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് എന്നെ എറണാകുളത്ത് നിന്ന് ലിയാക്കത്ത് പറഞ്ഞാണ്, നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കണമെങ്കിൽ നിങ്ങളോട് ചോദിക്കണം. വേണ്ടേ? അപ്പൊ എങ്ങനെയാണ് ഒരാളുടെ പ്രതിനിധിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ വരുമ്പോ അതെങ്ങനെയാണ് ഒരാൾ കൺഫേം ചെയ്യുക? ആ കൺഫർമേഷൻ ഇവിടെ നടന്നിട്ടില്ല. അല്ല, അത് അന്നേരം നടന്നിട്ടില്ല. പക്ഷെ പിന്നീട് നബി അന്നേരം നടക്കണ്ടേ? അന്നേരം നടന്നാലേ പറ്റുള്ളൂ. പിന്നീടാണെങ്കിൽ വെരിഫൈ ചെയ്യണ്ടേ? എങ്ങനെ വെരിഫൈ ചെയ്തു? പിന്നെ ഇങ്ങോട്ട് പോയിന്നല്ലേ പറയുന്നത്. എങ്ങോട്ട്? അള്ളാന്റെ അടുത്ത്. അത് 10-12 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ? അങ്ങോട്ട് പോയി സംസാരിച്ച് വന്നു എന്നല്ലേ 12 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ? 10 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ? അപ്പോഴാണോ കൺഫേം ആക്കണേ? അപ്പൊ അതുവരെ എന്ത് ബേസിലാണ് ഇയാൾ ഇത് പ്രചരിപ്പിച്ചത്? അവിടെ കഴിഞ്ഞു ഇസ്ലാമിന്റെ കഥ. അല്ല, 12 വർഷം കഴിഞ്ഞാൽ അത് പ്രൂവ് ആയില്ലേ? 12 വർഷം വരെ ഇറങ്ങിയ ആയത്തിന് ഇയാൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് 12 വർഷം കഴിഞ്ഞിട്ട് പഠിച്ചവനെ കണ്ടു എന്നാണ് പറയണത്? 12 കൊല്ലം മുമ്പ്, ഈ 12 കൊല്ലം വരെ ജിബ്രീൽ വന്നപ്പോ ജിബ്രീൽ പഠിച്ചോൻ പറഞ്ഞ ആളാണെന്ന് മുഹമ്മദ് നബിക്ക് എങ്ങനെ കൺഫേം ആക്കിയത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ല, അതിലൊരു കാര്യം, ഇപ്പൊ ജിബ്രീൽ വരുന്നത് സാധാരണ മനുഷ്യനായിട്ടല്ലല്ലോ. എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ വന്നാലും എന്താ? അല്ല, അതിപ്പോ നബിക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു ശക്തി, ഒരു സൂപ്പർ പവർ കാണാൻ പറ്റുന്ന ഒരു അദർശ രൂപം. അങ്ങനെ ഒരാള് വരുമ്പോ നമ്മള് അത് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. അത് പിശാചല്ലാന്ന് എങ്ങനെ മുഹമ്മദ് നബിക്ക് മനസ്സിലായി? അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ എന്ത്? ഖദീജ അല്ല, അത് പിശാച് ആയിക്കൂടെ? പിശാചാണെങ്കിൽ അവര് ചിന്തിക്കണത് നഗ്നനായിട്ട് നിൽക്കുമ്പോ അവിടെ നിൽക്കുമല്ലോ. പിശാച് നഗ്നത കണ്ട പോവൂലേ? ഒരാള് മുഹമ്മദിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്ലാനെങ്കിൽ നഗ്നത കാണിക്കുമ്പോ പിന്നെ അത് എന്നെ പിടിക്കാനുള്ള സൂത്രമാണ് എന്നാ ഞാൻ മാറി നിൽക്കാന്ന് വിചാരിച്ചാ പോരെ? പിശാചുണ്ടെന്ന് ഉറപ്പാണ്.
ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ ലോജിക്ക് വെച്ചിട്ട് തന്നെ ഇത് പൊളിക്കുന്ന കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇസ്ലാമിന്റെ ലോജിക്ക് വെച്ചിട്ട് പോലും ഇത് നിലനിൽക്കൂല. പിന്നല്ലേ ബാക്കി. അപ്പൊ നമ്മൾ ഇതെന്താ വെച്ചാല് നമുക്ക് ഇതിനകത്ത് കടിച്ചു തൂങ്ങാന് അല്ലെങ്കിൽ ഈ വിമർശിക്കുന്നവർ പറയുന്നത് നുണയാവാൻ തെറ്റാവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കൽ അത് ഈ അവസ്ഥയിൽ മനുഷ്യന്റെ മനസ്സ് ചെയ്യുന്ന കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇനി അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ ദൈവം എന്നുള്ള ഒരു ശക്തി ഉള്ളതന്നല്ലേ? അല്ല അത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇതാണ് ഞാൻ നിങ്ങളോട് ഇത്രയും നേരം പറഞ്ഞത്. ഇതിങ്ങനെ നമ്മളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? നമ്മളുടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തൽ നമുക്ക് നിർബന്ധമാണ് എന്നുള്ളൊരു അവസ്ഥയിൽ എത്തും വരെ. അതുവരെ ഇതിങ്ങനെ തന്നെ തോന്നും. എനിക്ക് ഇതിനകത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത വേറൊരു സംഭവം എന്താ അറിയോ? അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളില്ലേ? ഒരു ഉപദ്രവവും ഇല്ല. ഇതൊക്കെ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ഈ അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന ഒരു തെളിവില്ലാത്ത അന്ധവിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഓരോ ആളുകളുടെ മേത്ത് ബാധ കയറി ഒരു ബാധയും കയറുന്നില്ല. ഒക്കെ മനുഷ്യന്മാര് പറഞ്ഞുണ്ടാക്കുന്ന അന്ധവിശ്വാസങ്ങളാണ്. പക്ഷെ അത് കുറെ ഇതുണ്ടല്ലോ, നമുക്ക് കാണാനൊക്കെ പറ്റുന്ന ഇതുണ്ടല്ലോ. ആർക്ക് കാണാൻ പറ്റും? ഏർവാടി പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നു. എന്താ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല നമുക്ക് ഇതിനകത്ത്. അല്ല, ഏർവാടിയിൽ പള്ളിയിൽ എന്താ ഉള്ളത്? അല്ല, അവിടെ ആളുകൾ കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് കൂലി കൊടുക്കണ സെന്ററിൽ പണിയെടുക്കുന്ന ആളെ എനിക്കറിയാം. കൂലി കൊടുക്കണ അത് ഈ കാണിച്ചു കൂട്ടണ ഈ ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാരില്ലേ, പ്രാന്ത് അഭിനയിക്കുന്നേ, അവർക്ക് കൂലി കൊടുക്കുന്ന, അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ശമ്പളം കൊടുത്തിരുന്ന പണി ചെയ്തിരുന്ന ആള്. അവിടെ ഇത് ആക്ടിങ് ആണ്. അത് രണ്ടും ഉണ്ട്. കുറെ ആൾക്കാർ ആക്ടിങ് ആണ്. അപ്പം ഇതൊക്കെ ശരിയാന്ന് വിചാരിച്ചിട്ട് പാവപ്പെട്ട കുറെ മനുഷ്യന്മാര് അവനവന്റെ കുടുംബത്തിലോ കൂട്ടത്തിലോ ആർക്കെങ്കിലും പ്രാന്തായി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയി ഇതിനകത്ത് തള്ളിയിടും. പ്രാന്തായി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി തള്ളിയിടും. അവിടെ നടക്കുന്നത് ഒരു ഭൂരിപക്ഷം, അത് ഒരുപാട് കേസ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഈ അന്ധവിശ്വാസത്തിന്റെ സൈഡ് എഫക്റ്റുകളാണ്. ഞങ്ങളോട് ഒരു പോയിന്റ് ചോദിക്കാം. നിങ്ങൾ ഈ പറയുന്ന ഷഹാദത്ത് കലിമയാണല്ലോ ഒരു മനുഷ്യന്റെ ഇസ്ലാമിലേക്കുള്ള തെളിവ്. ഞാൻ ചോദിക്കുന്നത് ഷഹാദത്ത് കലിമയുടെ നമുക്ക് ബോധ്യപ്പെട്ട തെളിവ് എന്താണ്? അത് നിങ്ങൾ വേറെ ഒരാളോട് ചോദിച്ചത് ഞാൻ കേട്ടിരുന്നു. അതിന് തെളിവ് വേണ്ടേ? നമ്മള് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ സാക്ഷിയാവണമെങ്കിൽ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് നമ്മൾ സാക്ഷി പറയുന്ന കാര്യത്തിൽ നമുക്ക് ബോധ്യം വേണം. ആ ബോധ്യം ഉണ്ടോ നമുക്ക്? ആ ബോധ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് സംശയം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നോക്കൂ, അങ്ങനെ ഒരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവോ? ഈ ബോധ്യം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടാവില്ലല്ലോ. അതായത് നിങ്ങളുടെ ഷഹാദത്തിന്, നിങ്ങൾ പറയുന്ന, നിങ്ങൾ ചൊല്ലിയ ഷഹാദത്ത് കലിമയ്ക്ക് മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ്, അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടാവോ? സംശയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങളെ ഷഹാദ അപ്പൊ ഒരു മിനിറ്റ്, അത് നിങ്ങൾക്ക് ബോധ്യമില്ലാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ആരെയും കുറ്റമൊന്നുമല്ല. അപ്പൊ പഠിച്ചു വന്നാണ്. അപ്പൊ ഈ ലോകത്തുള്ള ഏത് മുസ്ലിമിനോട് ചോദിച്ചാലും അവരുടെ ഉത്തരം അത് തന്നെ ആയിരിക്കും. അതെ. അങ്ങനെയെങ്കിൽ ഈ പറയപ്പെടുന്ന എന്താ പറയാ എല്ലാ വിശ്വാസികളുടെ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞത് കള്ളസാക്ഷിയല്ലേ? ഷഹാദത്ത് കലിമ അതായത് നബി പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നു എന്നല്ലേ? അതെ, വിശ്വസിക്കല്ല. അല്ല, മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയാണ് ചെയ്യാ. അതെ, അങ്ങനെയല്ലേ? അതെ, നമ്മള് ഉറപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളോട് ഇപ്പോ ഷഹാദത്തിനെ കുറിച്ചിട്ട് ഉദാഹരണത്തിന് നിങ്ങൾ എന്നോട് പറയുന്നു, നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു, ഇതാണ് നമ്മുടെ വഴി അല്ലേ?
ഇതാണ് നമ്മുടെ വഴി, ഇതാണ് നമുക്കുള്ളൊരു അതല്ല ബോധ്യം. അതല്ല അതല്ല ആ മുഹമ്മദ് അപ്പൊ നബി ഞാനത് ദൈവത്തിന്റെ വിശ്വസിക്കുകയാണ്. പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നതിന്റെ ഉം. തെളിവെന്താണ്? തെളിവുകളാണല്ലോ ഈ ഖുർആനിലും ഇതിലൊക്കെ പറയുന്നത്. എന്താ ഖുർആനിൽ പറഞ്ഞത്? ഇപ്പൊ കുറെ അത്ഭുതങ്ങൾ കാണിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? ആര് പറഞ്ഞു? എന്തത്ഭുതം? ഇപ്പൊ നബിയുടെ വിയർപ്പിന് സുഗന്ധത്തിന്റെ മണമാണെന്നും സുഹൃത്തെ, നിഴലില്ലായിരുന്നു. അതിപ്പോ ഇയാള് പറയണില്ലേ, എന്താണ് അയാളുടെ പേരെന്തായിരുന്നു, നമ്മുടെ വീരാനൗലിയപ്പാപ്പ, അമ്പംകുന്ന് വീരാനൗലിയപ്പാപ്പ കുറെ കറാമത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മള് മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ് എന്നതിന് നിങ്ങൾക്ക് തെളിവുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. തെളിവില്ല. ഈ തെളിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സംശയം. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ അവസ്ഥയും. എല്ലാവരുടെ അവസ്ഥയും. പിന്നെ എങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. പിന്നെ എങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്നത്? മുഹമ്മദ് നബി വിശ്വസിച്ചതല്ല, മുഹമ്മദ് നബിയാണ് ഇതിന്റെ സൂത്രധാരൻ. ഓക്കെ, മുഹമ്മദ് നബി ഒരു കഥ പറയുന്നു. ആ കഥ വിശ്വസിക്കുന്ന കുറെ പേര് കൂടെ കൂടുന്നു. അതിന് മുഹമ്മദ് നബിക്ക് ഭാര്യയുടെ സപ്പോർട്ട് ഉണ്ടാവുന്നു, ഭാര്യയുടെ അമ്മാവന്റെ സപ്പോർട്ട് ഉണ്ടാവുന്നു. ഈ കഥ കേട്ട് കുറച്ചു പേര്, അതായത് 13 വർഷം ദൈവത്തിന്റെ പ്രവാചകൻ, അതായത് ലൈവായിട്ട് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മുഹമ്മദ് നബി ജീവിച്ചിട്ട് ആ ചുറ്റിലും ഉണ്ടായിരുന്ന മനുഷ്യരിൽ നിന്ന് 100-ൽ താഴെ മനുഷ്യരാണ് 13 വർഷം കൊണ്ട് മുഹമ്മദിനെ വിശ്വസിച്ചത്. അറിയോ നമുക്ക് കഥ? ഉണ്ട് 100-ൽ താഴെ ആൾക്കാർ. അപ്പൊ അതിന് വല്ല അത്ഭുതമില്ല. ഇന്നിപ്പോ നാളെ നിങ്ങൾ വന്നിട്ട് നാളെ നിങ്ങൾക്ക് ഒരു വിലായത്ത് ഉണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വപ്നം കിട്ടിയെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഥ പറഞ്ഞിട്ട്, അതായത് കാദിയാനി, അതായത് നിങ്ങൾ ആലോചിക്കുക, അതായത് മുഹമ്മദ് നബി ഖാത്തിമുൻ നബിയാണ്, അന്ത്യപ്രവാചകനാണ് എന്ന് വിശ്വസിച്ച് പഠിപ്പിച്ച സമൂഹമാണ് മുസ്ലിം സമൂഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രവാചകത്വം അവസാനിച്ചിട്ടില്ലെന്നും എനിക്ക് വഹി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാദിയാനി വന്നു. അവരെയാണ് പിന്നെ അഹമ്മദ് എന്തോരു മിർസ ഉല അഹമ്മദ് കാദിയാനി എന്ന് പറഞ്ഞിട്ട്. അയാളെ വിശ്വസിച്ച ഒരു ജനസമൂഹം ഉണ്ടായി, അവരാണ് കാദിയാനികൾ. അതായത് നബിക്ക് ശേഷം പിന്നെ വഹിയില്ല എന്നും അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി എന്നും വിശ്വസിക്കുന്ന സമൂഹത്തിനകത്ത് നിന്ന് ഞാൻ പ്രവാചകനാണ്, എനിക്ക് പ്രവാചകത്വം കിട്ടി, എനിക്ക് വഹി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നപ്പോ അത് സ്വീകരിക്കുകയും അയാളെ അംഗീകരിക്കുകയും അയാളെ പ്രവാചകനായി കാണുകയും ഇന്ന് അയാൾക്ക് ലോകത്തെമ്പാടും വേരുകളുള്ള ഒരു സംഘമായിട്ട് അവർ മാറുകയും ചെയ്തിട്ടുണ്ട്, ഒരു വിഭാഗമായിട്ട്. അപ്പോ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിന്റെ അടിസ്ഥാനല്ലേ ഖാത്തിമുൻ നബി? നുബുവത്ത് കഴിഞ്ഞില്ലേ മുഹമ്മദ് നബിയോട് കൂടി? അപ്പൊ അത് വിശ്വസിക്കുക. അപ്പൊ അതിനിപ്പോ ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത്, ഇങ്ങനെ ലിഖിതമായി കൃത്യമായി നിർണയിക്കപ്പെട്ട പ്രവാചകത്വത്തിന്റെ അതിർവരമ്പുകൾ അല്ലെങ്കിൽ അതിന്റെ അന്ത്യം എഴുതി വെച്ചിട്ട് ശേഷം പിന്നെയും പ്രവാചകനാണെന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോ ഇതേ കാര്യം വിശ്വസിക്കുന്ന ആൾക്കാർ ആ പ്രവാചകനെ അംഗീകരിച്ച ചരിത്രം നമ്മളെ മുമ്പിലുണ്ട് എന്ന്. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു അറിവോ ലിഖിതമായ നിയമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒരാൾ വന്നിട്ട് ഞാൻ പ്രവാചകനാണ് പറഞ്ഞാൽ അയാൾ അംഗീകരിക്കാൻ 13 കൊല്ലം കൊണ്ട് 100 ആളെ കിട്ടി എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ്. അങ്ങനെ കിട്ടിയ ഈ 100 താഴെ 150 താഴെ, അതായത് ഭാര്യ കുട്ടികൾ ഉൾപ്പെടെ 150 170 ഒക്കെ കേട്ടോ, 200 താഴെ എന്നാണ് കണക്ക്, അടിമകളൊക്കെ ഉൾപ്പെടെ. അതായത് ഒരാൾ ഒരു കുടുംബനാഥൻ ഇസ്ലാമിലേക്ക് മുഹമ്മദിനെ അംഗീകരിക്കുമ്പോൾ പിന്നെ അയാളുടെ ഭാര്യയും അയാളുടെ കുട്ടികളും അയാളുടെ കുടുംബത്തിലുള്ള ആൾക്കാരും മീൻസ് വേലക്കാരും, ഇങ്ങനെ മൊത്തത്തില് ഇങ്ങനെ ഇത്രയും ആളുകളെ വെച്ചിട്ട് മുഹമ്മദ് ഇവിടത്തേക്ക് പോവാണ്, മദീനയിലേക്ക് പോയി. ബദർ മുതലല്ല, അതിന് മുമ്പ് മുതൽ തുടങ്ങുന്നുണ്ട്. അവിടെ സായുധം ആയിട്ടുള്ള അക്രമവും അധിനിവേശവുമാണ് നടത്തുന്നത്. ആ അധിനിവേശത്തിലൂടെയാണ് പിന്നെ ആ അധിനിവേശത്തിന്റെ സമയത്ത് ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾക്ക് കൊടുത്ത ഓഫറുകൾ, അതായത് ഒരു ഗോത്രത്തെ ആക്രമിച്ചാൽ അവിടുത്തെ സ്ത്രീകളെ വരെ വീതം വെച്ചു കൊടുക്കുകയായിരുന്നു. സമ്പത്ത് 5-1 മാത്രം മുഹമ്മദ് നബിക്ക്, 20% നബിക്കും ബാക്കി കൂടെ പോകുന്ന ആൾക്കാർക്കും. അപ്പൊ ഇതൊരു ഗുണ്ടാ സംഘമായിട്ട്, ഒരു കൊള്ള സംഘമായിട്ടാണ് വികസിക്കുന്നത്. അതിന് മേമ്പൊടിയായിട്ട് അതിന് ദൈവികത കൽപ്പിക്കാൻ വേണ്ടി ഈ കഥയും ഇതൊക്കെ ദൈവം പറഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചത്, ദൈവം പറഞ്ഞുകൊണ്ടാണ് കൊന്നത്, 700-800 ആളെ പിന്നെ തലയറുത്ത് ഒറ്റ ദിവസം കൊണ്ട് തള്ളുന്നത് ദൈവം ഏൽപ്പിച്ചു എന്നാ പറയണേ, ദൈവം പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ അക്രമത്തിന് ഈ ദൈവത്തിന്റെ കഥ പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥ അവിടെ രൂപീകരിക്കുകയും അതൊരു ഒരു പ്രദേശത്തിന്റെ നിയമമാവുകയും മതമാവുകയും
അത് പിന്നെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ഇപ്പൊ നമ്മളെ നാട്ടിലാണെങ്കിൽ പോലും കുട്ടികൾ എങ്ങനെയാ വിശ്വാസികളാവുന്നത്? 5 വയസ്സ്, ഇപ്പം അൽഫിത്റാണ് 3 വയസ്സിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ നേരത്തെ 4 വയസ്സ് 4.5 വയസ്സിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോയി തുടങ്ങണതിന്റെ 2 മാസം മുമ്പെങ്കിലും നമ്മൾ മദ്രസയിൽ കൊണ്ട് ചേർക്കും, അല്ലേ? അങ്ങനെ 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം 12 കൊല്ലം ഒക്കെ കുട്ടികളെ കുത്തിയിരുത്തി പഠിപ്പിച്ചുണ്ടാക്കുന്നതാണ് ഈ മതം. സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണ്. അല്ലാതെ ഈ ഇതിനകത്ത് സിസ്റ്റം ഈ ഒരുപാട് സിസ്റ്റം ഈ സിസ്റ്റം സിസ്റ്റം തകർന്നോടത്തൊക്കെ മതം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അല്ല, ഈ സിസ്റ്റം നബിയുടെ കാലത്ത് മുതലേ ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നബിയുടെ കാലം മുതലേ ഉണ്ട്. ഈ മദ്രസ മദ്രസ ഉണ്ടായിരുന്നു. സിസ്റ്റം ഒന്നും അല്ല, അന്ന് മുഹമ്മദ് നബിന്റെ കൂടെ ഉണ്ടല്ലോ. അല്ല, കുട്ടികൾക്ക് ഉണ്ടല്ലോ. 7 വയസ്സ് മുതൽ കുട്ടികൾ നിസ്കരിക്കണം, നിസ്കരിക്കാത്ത കുട്ടികളെ 10 വയസ്സ് മുതൽ അടിക്കണം എന്ന് നബിയുടെ കൽപ്പനയല്ലേ? ആ അല്ലേ? അതെ. ഞാൻ നിങ്ങളെ ഭാര്യനേക്കാളും മക്കളെക്കാളും കുട്ടികളെക്കാളും ഒക്കെ മേലെയായിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണവരെ നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവൂല എന്നുള്ളത് നബിന്റെ വാചകല്ലേ? വചനമാണ്. അതും ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു തോന്നൽ ആയതാണ്. ഇല്ലേ? അപ്പൊ അതിൽ ഇങ്ങനെ അതില് ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ട് കണ്ടീഷൻ. ഇനി മക്കള് വിശ്വാസിയായില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വാപ്പാക്കും തന്തക്കും തള്ളക്കും ഉണ്ടാകും എന്ന് ഹദീസില്ലേ? ഉണ്ട്, ഉണ്ട്. ആ. ഉണ്ട്. ഇങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യുക. ഒരു സൊസൈറ്റീനെ കണ്ടീഷൻ ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളുടെ മാത്രമല്ല, തന്തേനെയും തള്ളേനെയും അതേപോലെ തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, മതപരമായ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ സാമൂഹ്യ ബാധ്യതയല്ലേ? ഉം. മുസ്ലിങ്ങൾ മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നതിന്റെ മതം പറഞ്ഞ നിർദ്ദേശം കൊണ്ടല്ലേ? അപ്പൊ അല്ല, അത് ഇങ്ങനെയാണ് ഒരു ശരി സമൂഹത്തിന്റെ തന്നെയാണ്. ചട്ടപ്പാട്. പിന്നെ ഒരു നിയമം, ഒരു രാജ്യത്തിന്റെ നിയമം ദൈവത്തിന്റെ നിയമമായിട്ടല്ലേ നിൽക്കുന്നത്. ഇപ്പം ശരീഅത്ത് ഭരണം എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ കൊണ്ട് വിധി പറയുന്ന ഭരണമാണ്, ഉം. അല്ലേ? ഭരണമാണ്. ആ, അതെ. അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്ങനെയാണ് സമൂഹങ്ങൾ ഉണ്ടായി വരിക. അപ്പൊ അധികാരവും ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ഒരുപാട് ഓഫറുകൾ, സ്ത്രീകൾ, പെൺ ശരീരം ആണ് യോദ്ധാക്കൾക്ക് ഓഫർ. അപ്പൊ ഇനി അങ്ങനെ പോകുന്ന സമയത്ത് എങ്ങാനും ചത്തുപോയാലോ? അവൾക്ക് പേടിക്കാനില്ല, ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ കുളിപ്പിക്കും കൂടി വേണ്ട. ആരെ? ഈ ഷഹീദായാല് നേരെ കൊണ്ടുപോയി കുഴിച്ചിട്ടാ മതി, നേരെ സ്വർഗത്തിലേക്ക് എന്നാണ് കഥ. അവിടെ ഹൂറികളുണ്ട് 72 അതായത് ഈ അക്രമത്തിൽ, അതായത് ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ട് വഴിയിൽ വെച്ച് മരിച്ചുപോയ ആൾക്ക് 72 കണിഷാണ്. അവർക്ക് കൃത്യമായിട്ടുണ്ട്, ആ ഉറപ്പാണ്. ബാക്കിയുള്ളവർക്ക് ആ ഉറപ്പില്ല. ഞാൻ ഒരു 2 കാര്യം കൂടി ചോദിച്ചോളാം, അല്ലെങ്കിൽ മറന്നു പോകും, അതുകൊണ്ടാണ്. ഉം, ഈ നമ്മളിപ്പോ ഈ ഗ്രൂപ്പിനകത്ത് ഇത് മാനിപ്പുലേറ്റ് ചെയ്താണെങ്കിൽ ഈ ഉം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നാണ് ഒരു ഇത് സംസാരം. ഓക്കെ, ഉം, അങ്ങനെ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഉം. ഈ നബിക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ചെറിയ മോളെ കല്യാണം കഴിച്ച് കൊടുക്കും? സുഹൃത്തെ, സ്വന്തം മുഹമ്മദ് നബിയുടെ സുഹൃത്ത്. ആഗ്രഹം ഒരു അധികാരം പിടിക്കലാണ് എന്നും മുഹമ്മദ് നബി ഒരു 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 പിന്നെ ഗോത്ര തലവൻ, ഒരു മഹാഗോത്രം ഉണ്ടാക്കുകയാണ് എന്നും ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഉം. മനസ്സിലായോ? കാരണം അയാൾ ആ. അവിടെ ഒരു സുപ്രീം ലീഡറായി അതായത് വരികയാണ്. പറയട്ടെ. നബി ഉദ്ദേശിക്കുന്നത് ചെറിയ ഗോത്രമല്ല, ഒരു അല്ല, വൈൽഡായിട്ട്. ആ പ്രദേശത്തെ മുഴുവൻ കീഴ്പ്പെടുത്തുക എന്നുള്ളത് മുഹമ്മദ് നബി. അതായത് ഒരു സെറ്റപ്പ്, ഒരു സംഘടന വേണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആം ആദ്മി പാർട്ടി തുടങ്ങി, ആ, കുറെ ആൾക്കാർ അതിൽ പോയില്ലേ? പോയി. ആ. പോലെ അധികാരം കിട്ടുന്നു ആഗ്രഹിച്ചിട്ടൊന്നല്ലോ. അല്ല, എങ്ങാനും ഒരു കിട്ടിയാലോ? ആശയപരമായിട്ടും ആശയപരമായിട്ട് പോകണമെന്നുണ്ടോ? മാത്രമൊന്നുമല്ല. ആ. ഇപ്പൊ നിങ്ങൾ നാളെ ഒരു പാർട്ടി തുടങ്ങി, നിങ്ങൾക്ക് എല്ലാ ജില്ലയിലും പ്രസിഡന്റുമാരെ കിട്ടും. അപ്പൊ ഉം. അതിനകത്തൊരു അത്ഭുതമില്ല. അതിൽ നാളെ ആ വളർന്ന് വലുതായാലോ എന്നുള്ളൊരിതില്. അതെ. അപ്പൊ അങ്ങനെ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉന്നതമായ സ്ഥലങ്ങളിൽ എത്താലോ. ഉം. അത്രേ ഉള്ളൂ. പിന്നെ ആയിഷന്റെ കല്യാണം അബൂബക്കറിന്റെ പൂർണ്ണ തൃപ്തി ഉണ്ടായിരുന്നു വെച്ചാൽ ആദ്യത്തെ പ്രതികരണങ്ങളിൽ ഇല്ലാന്നാണ് മനസ്സിലാവുക. അതായത് നമ്മള് സഹോദരങ്ങളല്ലേ എന്നാ ചോദിക്കണേ. അബൂബക്കർ, അവള് ചെറിയ കുട്ടിയല്ലേ, നമ്മള് സഹോദരങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, മുഹമ്മദ് നബിനെ വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ച് പറഞ്ഞ പിന്നെ മറുത്തു പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് മാനസിക ആണെന്നുണ്ടെങ്കിൽ സിദ്ദീഖ് അറിയാലോ, ഇത് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അത് എല്ലാരും അങ്ങനെ ആയിക്കോളും നിർബന്ധമില്ല എന്നാ ഞാൻ പറഞ്ഞേ. ഇത് വിശ്വസിക്കാൻ ആളുണ്ടാവും, വിശ്വസിക്കുന്നവരുണ്ടാകും. അവരങ്ങനെ മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചവരായിരിക്കും കുറെ പേര് ആ വിശ്വാസത്തിൽ മുതലെടുക്കുന്നവരുണ്ടാവും. കുറെ പേര് ഇതിന്റെ കൂടെ നടന്ന കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. ഇത് നമുക്ക് ആൾക്കാരെ വേർതിരിച്ചറിയാനൊന്നും പറ്റില്ല. ഇനിയിപ്പോ മുഹമ്മദ് നബി പറയണത് ഉടായിപ്പാണ്, കള്ളത്തരാണെന്ന് അറിയാമെങ്കിലും
ഉം. മുഹമ്മദ് ഒരു നല്ല നിലയിൽ എത്തുകയാണെങ്കിൽ, ഒരു അധികാരത്തിൽ എത്തുകയാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കേണ്ട ഒരാളാണെന്ന് തോന്നിയാൽ ഉം. അത് കൂടെ അവനവന്റെ നിൽക്കുന്നു. ബോധ്യം മറച്ചു വെക്കുന്നില്ല, എന്താ കുഴപ്പം? അതിനെ വിശ്വസിക്കുന്നു എന്ന് തോന്നിയാലേ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് നിങ്ങൾ അഭിനയിക്കേണ്ടി വരൂലേ? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് പോലും ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് വളരെ തമാശയാണ്. നിങ്ങൾ ഇപ്പൊ അതേ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നിങ്ങളുടെ ആ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഈ അതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു ഒന്നും ഒരു ചെയ്യാനില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഉം, ഈ ഞാൻ നിങ്ങളുടെ തന്നെ വേറൊരു വീഡിയോ കേട്ടിട്ടുണ്ട്. ഈ ഉം, ഫാത്തിമ അല്ല, ആയിഷ റളിയല്ലാഹു ഉം. അലി റളിയല്ലാഹു അവരും ഈ നബിയുടെ കാലശേഷം ഉം. ശത്രുതയിലായിരുന്നു എന്നോ ഇവിടെ കാലശേഷം അല്ല, അതിന്റെ മുമ്പ് തന്നെ പോലെ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ആണെന്തോ ഞാൻ കേട്ടിരുന്നു. ഉം. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എന്താ? അലി ആയിഷയും തമ്മിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സഫ്വാൻ സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ അവർ തമ്മിലുണ്ട്. പിന്നെ ഫാത്തിമയും ആയിഷയും തമ്മിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഉമർ, അതിന്റെ പ്രശ്നം കൊണ്ട് ഉമറും പിന്നെ ഫാത്തിമയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഉമറിന്റെ ഒക്കെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉമർ അല്ല ഖലീഫ ആവുന്നത്. പിന്നെ അള്ളാഹിന്റെ റസൂലിന്റെ പിൻഗാമിയായിട്ട് വന്ന ഖലീഫയെ അള്ളാഹിന്റെ റസൂലിന്റെ മകൾ അംഗീകരിച്ചിരുന്നില്ല. മനസ്സിലായോ? അള്ളാന്റെ മനസ്സിലായില്ല. മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാണെന്നാണല്ലോ വെപ്പ്. ആ അള്ളാഹിന്റെ റസൂലിന്റെ അനുയായിയായിട്ട് അതിന്റെ അടുത്ത ഒരു ആളായിട്ട് വന്ന ഖലീഫയെ, ഒന്നാമത്തെ ഖലീഫയെ എന്തേ, ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ പുറത്തുണ്ട് റോട്ടിൽ. അപ്പോ അങ്ങനെ ഒന്നാം ഖലീഫയായി വന്ന ആളിനെ മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമ അംഗീകരിക്കാത്തതിന്റെ പേരിലാണ് മുഹമ്മദ് നബിയുടെ മകളെ കൊല്ലും എന്ന് ഉമർ വെല്ലുവിളിക്കുന്നത്, വാതിൽ ചവിട്ടി പൊളിക്കുന്നത്. അങ്ങനെ പരിക്ക് പറ്റിയിട്ടാണ് ഫാത്തിമ മരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ പരിക്ക് പറ്റിയാണ് മരിക്കുന്നത്. ആണ്. മുഹമ്മദ് നബിന്റെ മകള് ഫാത്തിമ മരിച്ച സമയത്ത് ആയിഷ വന്നിട്ടില്ല, അബൂബക്കർ വന്നിട്ടില്ല, ജനാസ നിസ്കരിച്ചിട്ടില്ല. പക്ഷെ മരിക്കുന്ന ഒരു മാസം മുന്നേ പറഞ്ഞു. അതൊക്കെ പിന്നെ പറയുന്ന ഹദീസല്ലേ. കൊലപാതകം ഞാൻ കൊന്നതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ മരണം പണ്ടേക്കുമ്പോഴേ നബി പറഞ്ഞിരിക്കുന്നു എന്ന് പറയല്ലേ. അല്ല, ഒരു മാസത്തിനുള്ളിൽ അലീനോട് പറയണ്ടേ ഞാൻ മരിക്കാറായി, ആര് പറഞ്ഞു? ഞാൻ മരിച്ച് ഫാത്തിമ പറഞ്ഞിട്ടുണ്ടെന്നാണ് കഥകളിൽ കേട്ടിട്ടുള്ളത്. ഹദീസുകളല്ലേ. അത് സ്വാഭാവികല്ലേ. ഇപ്പൊ ഒരാള് തന്തേനെ കൊന്നിട്ട് സമാധിയാക്കിയാൽ തന്ത സമാധിയെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നു മക്കള് പറയണില്ല, എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ? അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഞങ്ങൾ ഇവിടെ പൊതുവെ പഠിച്ചു വരുന്ന ഒരു ബുക്കുകള്, ഈ കൂടുതലുള്ള ആളുകൾ അറിയാത്ത ഈ അറിവുകൾ നിങ്ങൾക്ക് ഏത് ബുക്കിന്? എല്ലാതും നമ്മൾ ഈ പുസ്തകങ്ങളിലുണ്ട്. ഈ പുസ്തകം മര്യാദക്ക് വായിക്കൂലാത്തോണ്ടാണ്. ഇപ്പൊ നിങ്ങള് ഒരാളോട് ചോദിച്ചിട്ട്, നിങ്ങളൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ആദ്യം പോയിട്ട് നിങ്ങള് പിന്നെ മുഹമ്മദ് നബിക്ക് സ്ത്രീകളെ പിന്നെ വീതം മീൻസ് വകയിരുത്തി കൊടുക്കുന്ന നബിക്ക് അനുവദിച്ചു കൊടുക്കപ്പെട്ട സ്ത്രീകളുടെ ലിസ്റ്റ് ഖുറാനിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എളാപ്പാന്റെ മക്കള്, മൂത്താപ്പാന്റെ മക്കള്, അമ്മായിന്റെ മക്കള്, അമ്മോന്റെ മക്കള്, ഓലെയൊക്കെ നബിക്ക് അനുവദിച്ചിരിക്കണേ. പിന്നെ ആരെങ്കിലും ഒരാൾ ശരീരം ദാനം ചെയ്യാൻ വന്ന ഓലെ അനുവദിച്ചിരിക്കണേ. നിങ്ങൾ ഖുർആൻ വായിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? എത്ര കാലമായിട്ട് അത് ഖുറാനിലുള്ളതാണേ. അത് ഖുറാനിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ വേറെ എവിടുന്നും കുഴിച്ചെടുക്കുന്നതല്ല, ഖുറാനിലുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ പോയിട്ട് 33-50 മറിച്ച് നോക്കി. അപ്പൊ അതേപോലെ തന്നെയാണ് നിങ്ങളോട് ഉസ്താദ്, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളോട് ഉസ്താദ് പറഞ്ഞില്ലേ ആ ഖുറാൻ പരിഭാഷ ഇവിടെ വെക്കണ്ട, അത് വെച്ചാ പിന്നെ പുലിവാലാണ്, ഈ എവിടെ കിട്ടിയ അവിടെ കൊണ്ടുവച്ചോളാന്ന്. അതെന്തുകൊണ്ടാ? ഒറ്റക്ക് വായിച്ചാ ഈ ഖുറാൻ വചനങ്ങൾ കാണും. നേരെ മറിച്ച് ഉസ്താദ്മാര് പറഞ്ഞു തരുന്ന ഖുറാൻ കേൾക്കുകയാണെങ്കിൽ ഒരു തെരഞ്ഞെടുത്ത് പറയണേലും ഉണ്ടാവുള്ളൂ. ഞാൻ ചോദിച്ചത് ഖുർആന്റെ അല്ല, ഈ ഫാത്തിമേനെ ഉപദ്രവിച്ചു എന്നുള്ള പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലും ഹദീസുകളിലും ഉണ്ടെന്നേ. അല്ല, അങ്ങനെ ഏത് ബുക്കിലാണെന്ന് അറിയാനായിരുന്നു ഞാൻ. ഇതൊക്കെ ഖുറാൻ താരിഖ് തബരിയൊക്കെ വായിച്ചാൽ അതൊക്കെ വലിയ പുസ്തകങ്ങളാണ്. അതൊക്കെ വായിച്ചാൽ കിട്ടും. ഇബ്നു സഅദിന്റെ പുസ്തകത്തിലുണ്ട്, കുറെ പുസ്തകങ്ങളിലുണ്ട്. നമ്മളെ നാട്ടിൽ ഇതൊന്നും വായിക്കൂലല്ലോ, കൊടുക്കൂലല്ലോ. അപ്പൊ മുഹമ്മദ് നബിന്റെ മകള് പിന്നെ കൊന്നതാണ്.
ഉമറിന്റെ ആ പരിക്ക് പിന്നെ വാതിൽ ചവിട്ടി പൊളിച്ചു എന്നുള്ളതും അത്രയുണ്ട്. അറിയോ ഇനി ഉമറിന്റെ എന്നിട്ട് ഈ ഉമറിനെ ഒരാൾ കൊലപ്പെടുത്തുന്നുണ്ട്. ഉം. ഉമറിന്റെ ഘാതകനെ അലിയാണ് രക്ഷിച്ചത് എന്നാണ് കഥ, ചരിത്രം. ആ ഉമറിന്റെ ഉമറിന്റെ ഘാതകനായിട്ടുള്ള ആളെ അലി അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി എന്നും മീൻസ് രക്ഷപ്പെടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നും. അങ്ങനെ ഉമറിനെ കൊന്ന ഘാതകനാണ് ഷിയാക്കളുടെ നേതാവ്. മീൻസ് ഏറ്റവും വലിയ പെരുന്നാൾ ഉമറിനെ കൊന്ന ദിവസമാണ്. ഉമറിനെ കൊന്ന ദിവസമല്ല, ഉമറിനെ കൊന്ന ആളെ പിന്നെ അയാളുടെ മരണ ദിവസം. അയാളുടെ അത് ഭയങ്കര വിലാപമാണ് അവിടെ. മീൻസ് ആ വിലാപം വേറെയാണ്. വിലാപം കർബലയുടേതാണ്, ഹുസൈന്റെ മരണമാണ്. ഇത് ഭയങ്കര ആഘോഷമാണ് അവിടെ. അയാളവിടെ വലിയ ലീഡർ, വലിയ നേതാവാണ്. വലിയ ഒരു ഷെയ്ഖിന്റെ സ്ഥാനാണ് ഈ ഉമറിനെ കൊന്ന ആൾക്ക്. മനസ്സിലായോ? ചോദിക്കുന്നത് അപ്പൊ ഈ അലി റളിയല്ലാഹുവിന്റെ പാരമ്പര്യമാണോ ഈ അലിയുടെ പാരമ്പര്യം അംഗീകരിക്കുന്ന ആളുകളാണ് ഇസ്ലാമിൽ. അലിയാണ് ഷിയാക്കളുടെ ബാങ്കൊന്ന് കേട്ടാൽ മതി. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കഴിഞ്ഞിട്ട് പിന്നെ അലിയും വലിയുള്ള എന്നാണ്, ഹയ്യ അല സലാത്തിന് മുമ്പ്. അങ്ങനെ നമുക്കറിയാത്ത കുറെ കഥയുണ്ട്. എന്നിട്ട് ഈ അധികാരം കറങ്ങി തിരിഞ്ഞ് എവിടുക്കാ പോയത് നിങ്ങൾക്ക് അറിയാം? അതായത് അബൂബക്കറും മീൻസ് ഉമറും അബൂബക്കറും ഉസ്മാനും എല്ലാം കൂടി അബൂബക്കറിനെ ആദ്യം ഏൽപ്പിച്ചു, ഉമറിനെ പിന്നെ ഏൽപ്പിച്ചു, ഉസ്മാനെ പിന്നെ ഏൽപ്പിച്ചു. അപ്പൊ ഈ ഓരോ ഘട്ടം തുടക്കം മുതൽ തന്നെ അലിയാണ് ഖലീഫ ആവേണ്ടതെന്ന് വാദിക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ മറികടന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനിടയിൽ ആദ്യത്തെ അബൂബക്കർ മാത്രമാണ് ആയിഷത്ത് മരിച്ചത്, ബാക്കി എല്ലാരും കൊല്ലുക ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ ഫാത്തിമനെ കൊന്നു. എന്നിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് ഈ അധികാരം അലിയുടെ മരണത്തോടു കൂടി പിന്നെ ചെന്നെത്തുന്നത് മുആവിയയുടെ മകൻ, അതായത് മുആവിയയിലേക്കാണ്. അബൂ സുഫിയാന്റെ മകൻ. ആരാ അബൂ സുഫിയാൻ? മുഹമ്മദ് നബി 23 കൊല്ലം പോരാടിയ ശത്രുവിന്റെ മകന്റെ അടുത്തേക്കാണ് ഈ സാധനം ചെല്ലുന്നത്. മനസ്സിലായോ? ആ മകനാണ് മുഹമ്മദ് നബിന്റെ ഒരു പേരക്കുട്ടിനെ കൊല്ലുന്നത്. അയാളുടെ മകന് യസീദാണ് അടുത്ത പേരക്കുട്ടിനെ കൊല്ലുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കഥകൾ അങ്ങനെ കിടക്കാണ്. ഇത് ഒരു ബാഹുബലി കഥയാണ്. ഞാനൊരു എനിക്ക് തോന്നുന്നതേ ഇതൊരു ശരിക്കൊരു ഇന്നത്തെ രാഷ്ട്രീയം പോലെ അന്നത്തെ ഒരു ഗോത്രകാല പൊളിറ്റിക്കൽ കൾട്ട് മാത്രമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അധികാര തർക്കമാണ്. അത്രേ ഉള്ളൂ. ഇന്നിപ്പോ പ്രകടന പത്രികയോ അല്ലെങ്കിൽ ആശയങ്ങളോ വേണ്ടടുത്ത് അന്ന് ദൈവം മതം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇത് നിങ്ങള് ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? ഒന്നും രണ്ടും ഒന്നുകൂടി കാണുക. എന്നിട്ട് മുഹമ്മദ് നബിനെ അബൂ സുഫിയാനെയൊക്കെയാണ് പ്രതിഷ്ഠിക്കുക പിന്നെ ആ സ്ഥലങ്ങളില്. ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടും. അത്രേ ഉള്ളൂ. അത് മുഹമ്മദ് നബിക്ക് അധികാരം മുഹമ്മദ് നബിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന്. പിന്നെ ഇവരൊന്നും നമ്മൾ ഈ പറയുന്നത് പോലെ പിന്നെ കൊക്കിലും കോണിലും ഉള്ള കുറെ അറിയാത്ത അപരിചിതരായിട്ടുള്ള രണ്ട് ശത്രു സൈന്യമൊന്നും അല്ല. ഇത് ഒരു ഗോത്രത്തിനകത്തുള്ള അധികാര തർക്കാണ്. എളാപ്പ മൂത്താപ്പ മക്കളാണ്. ഒരു 2-3 പരമ്പര അങ്ങോട്ട് പോയ ഒക്കെ എളാപ്പ മൂത്താപ്പ വല്യപ്പ മൂത്താപ്പ മക്കളാണ്. അതെ, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇത് ഇത്രയും പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ നീണ്ടു നിൽക്കണമെങ്കിൽ അതിനർത്ഥം അത്രയും ഒരു ദൃഢമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു അതിങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യണെന്ന്. ഒരു സ്ട്രക്ചറും ഇല്ലാത്ത ഹിന്ദുമതം 4000-5000 കൊല്ലായിട്ട് ഇവിടെ അല്ലേ? ഒരു സ്ട്രക്ചറും ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. എന്റെ ആചാരം പാരമ്പര്യം വിശ്വാസപ്പെടല്ലേ ഇന്ന്? അതുണ്ട്. ഇപ്പൊ നമ്മളെ പോലെ കടും പിടുത്തവും അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ആക്കണം, അങ്ങനെ ഒന്നും ഇല്ലല്ലോ. കൾച്ചറലായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന എത്രയോ മതങ്ങളുണ്ട്. വിശ്വാസമായിട്ട് പഠിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പ്രചരിക്കും. അത് പരമ്പരാഗതമായിട്ട് ജന്മത്തിലൂടെ ജന്മം കൊണ്ട് പകരും അസുഖാണ് മതം. അത്രേ ഉള്ളൂ. അതെ, നമ്മളെ ഉമ്മയും വാപ്പയും നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മളുടെ ആരാധനയും വിശ്വാസവും കഥയും. ഇസ്ലാമിലാവുമ്പത്തേക്ക് അത് കുറച്ചുകൂടി വ്യവസ്ഥാപിതമായിട്ട് അതിന് സംഘടിതമായിട്ടുള്ള ഒരു രീതികളുണ്ട്. മദ്രസ അധ്യാപനം അല്ലേ, പിന്നെ ഉമറാക്കൾ എന്ന് പറഞ്ഞ വേറൊരു ഇങ്ങനെ മേൽനോട്ട സമിതി, പള്ളി കമ്മിറ്റി,
മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഒരു കുട്ടി സുന്നത്ത് കഴിക്കാത്ത ഒരു കുട്ടി, ഇപ്പൊ നിങ്ങളെ കുടുംബത്തിലൊരു കുട്ടി 6 വയസ്സ് 7 വയസ്സായിട്ട് സുന്നത്ത് കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ, ഉം. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇല്ല. അയൽവക്കക്കാർ ചോദിക്കും, കുടുംബക്കാർ ചോദിക്കും, പള്ളി കമ്മിറ്റിക്കാർ ചോദിക്കും, ഉസ്താദ് ചോദിക്കും. അപ്പൊ എന്താ ഈ ചോദ്യത്തിനൊക്കെ മറുപടി നല്ല ഈ ചെറുക്കൻ്റെ മുറിച്ച് കളയുന്നതാണെന്ന് തോന്നും, പോയി മുറിച്ച് കളയും. ഈ അതാണ് ജീവിതം. അതുകൊണ്ടാണ് ഇപ്പൊ വിശ്വാസം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പോലും ആ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പരസ്യമായിട്ട് പറയാൻ ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാ? പിന്നെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂല. അല്ല അതാണ് ഈ സൊസൈറ്റിയുടെ സ്വാധീനം. അത് അങ്ങനെയാണ് ഇത് പറഞ്ഞപ്പോഴ് നിൽക്കുന്നത്. ഇസ്ലാമിൽ വന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ ഈ സുന്നത്ത് നടത്തിയിരുന്നതായിട്ട് വല്ല എവിടെ മുഹമ്മദ് നബി അത് കഴിക്കപ്പെട്ട നിലയിൽ ജനിച്ചു എന്നാണ് കഥ. ആ പോട്ടെ, മുഹമ്മദ് നബി അങ്ങനെ ജനിച്ചു, അബൂബക്കർ ഉസ്മാനും കഴിച്ചതായിട്ട് വല്ല കഥയുണ്ടോ? അതൊക്കെ പോട്ടെ. മുഹമ്മദ് അല്ല നബിന്റെ ആ പേരക്കുട്ടികളാണല്ലോ ഹസൻ ഹുസൈനും. ആ നബി ആയതിനു ശേഷം ഉണ്ടായ കുട്ടികളാണല്ലോ. ആ ഹസന്റെ ഹുസൈന്റെ സുന്നത്ത് കല്യാണം കഴിച്ചതിന്റെ വല്ല കഥ നിങ്ങൾക്ക് അറിയോ? ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ എവിടെയും. ഞാൻ ഇതൊക്കെ പരതിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ചെയ്തിട്ടില്ല അവിടെ. ഇല്ല. ഇനി മക്കം പിന്നെ ഞാൻ ഈ ഫത്തഹിന്റെ ഈയിടയ്ക്ക് സമയത്ത് മക്കാർ ഒന്നാകെ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചു എന്നാണ്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്നാണ്. ആ ആ അപ്പോ ഇത് മൊത്തം കടന്ന് കുത്തിയിരുന്നിട്ട് എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു സമൂഹ സുന്നത്ത് മഹാമഹം നടക്കണല്ലോ അങ്ങനെയാണെങ്കിൽ. അതെ ആ നടന്നായിട്ട് അല്ല, അല്ല, ചരിത്രമില്ല. അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മില്ലത്ത് ഇബ്രാഹിം. പിന്നെ ഇതൊക്കെ പിന്നെ കുറെ സാധനങ്ങളൊക്കെ കുറെ രാജാക്കന്മാര് തോന്നും പോലെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഹദീസിൽ നിന്ന് പരതി എടുത്ത് ഗവേഷണം ചെയ്തെടുത്തിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. അങ്ങനെയാണല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ നോമ്പുറക്കണില്ലേ? പാങ്ക് കൊടുത്തു. ഇല്ല. ആയിക്കോട്ടെ, എന്തായാലും ഇനി സംസാരിക്കാം. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ശരി വിളിക്കാം. ശരി ശരി, ഓക്കെ. ശരി.